ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഒബ്സർവേഷൻ കപ്പാസിറ്റി ഇല്ല എന്നുള്ളത്. നിരീക്ഷണ പാഠവും സബ്ജക്റ്റിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ശാസ്ത്രീയപരമായ നിങ്ങളുടെ കഴിവിലുണ്ട്, പക്ഷേ സോഷ്യൽ റീഡിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ടൈം റീഡിംഗ് എന്ന് പറയുന്നൊരു സാധനമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാമൂഹ്യ വായന, സമയവായന എന്നൊക്കെ പറയും. സമയത്തെ വായിക്കുക, കാലത്തെ വായിക്കുക, സമൂഹത്തെ വായിക്കുക. ആ വായന ഇപ്പോൾ കുറച്ച് കുറവാണ്. ബുക്ക് റീഡിംഗ് ഒക്കെ ഉണ്ടാവും. കൂടുതലും നമ്മൾ ടെക്നോ റീഡേഴ്സാണ്, ടെക്നോ റീഡേഴ്സ്. അപ്പോൾ നിങ്ങൾക്കനുസരിച്ച് പല പദങ്ങൾ ടെക്നോളജിയിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ നിൽക്കുന്ന കുട്ടികൾ ഇപ്പോൾ 4 ഭാഗത്തേക്കാണ് തെക്ക് ചൂണ്ടിയത്. രാവിലെ നമ്മൾ വന്നു, ഇതുവരെ ആയിട്ടും നമുക്ക് തെക്കേതാണെന്നറിയില്ല. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ തെക്കറിയില്ല. തെക്കറിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദിക്കറിയില്ല എന്നാണ്. ദിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദർ ഈസ് നോ ഗോൾ, ലക്ഷ്യമില്ല എന്നാണ്. തംഥാ നഥ കിസി സേ സൈലേ റവാ ഹമാര, മലവെള്ളപ്പാച്ചിലിൻ്റെ ഈ കുത്തൊഴുക്ക് എവിടെയാണ് ചെന്ന് അവസാനിപ്പിക്കുക എന്നൊന്നും അറിഞ്ഞുകൂടല്ലോ നമുക്ക്. നമ്മൾ അങ്ങനെ ലക്ഷ്യമില്ലാതെ പോകരുത്. നിങ്ങൾ കുറേ നേരം ഇരുന്നുകൊണ്ട് കുറച്ച് നിർത്തുന്നത് കേട്ടോ. ഇയാളെന്തെങ്ങനെ നിർത്തിക്കുന്നതെന്ന് വിചാരിക്കരുത്. ഞാനും നിൽക്കുന്നല്ലേ, ഞാൻ ഇപ്പോൾ 2.5 മണിക്കൂർ നിന്നിട്ടാണ് വരുന്നത്. ഒരു പ്രസംഗം കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ ഞാനും 20 വർഷം അധ്യാപകനായിരുന്നു. ഇപ്പോൾ റെഗുലറായിട്ട് ക്ലാസ്സിൽ കയറുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ എപ്പോഴും വിദ്യാർത്ഥികളോടൊപ്പം തന്നെയാണ്, പല കോളേജിലും പല യൂണിവേഴ്സിറ്റിയിലൊക്കെ ആയിട്ട്. ഏതായിരുന്നാലും നമ്മളിപ്പോൾ തെക്ക് അറിയില്ല എന്ന് മനസ്സിലായി. ഏതോ ഒരു ആൾക്കാർ ചൂണ്ടിയത് എന്താണ്? തെക്കാണ്. പക്ഷേ ആ ചൂണ്ടിയവർക്ക് തന്നെ അറിയില്ല അതുതന്നെയാണ് തെക്ക് എന്നുള്ളത്. അതാണ് അതിൻ്റെ വേറെ രസം. ഒരു ദിശയെക്കാണ്ട് ചൂണ്ടിയെന്നേ ഉള്ളൂ. ഇനി ഇന്നത്തെ തലമുറ പറഞ്ഞു തന്നാലും ചെയ്യുന്നവരാകണമെന്നില്ല. എല്ലാവരും ഇങ്ങനെ ഒന്ന് കൈ ചൂണ്ടിയാട്ടെ, ഇങ്ങനെ ഒന്ന് കൈയാക്കിയാട്ടെ, പെട്ടെന്നാക്കണേ, വേഗം ആക്കണം കേട്ടോ, പെട്ടെന്ന് താടി കൈവെക്ക്. ഇതാണോ താടി? അല്ല. 90% ആൾക്കാരും തെറ്റിച്ചു. ഇനി എന്നെപ്പോലെ താടി നിങ്ങൾക്കില്ലെങ്കിലും നെറ്റിയിലല്ലല്ലോ താടി. അതെന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാണ്? ഞാനൊരു സൈക്കോളജിസ്റ്റാട്ടോ, അതുകൊണ്ടാണ് പ്രശ്നം. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ നെറ്റിയിൽ വെക്കാനല്ല പറഞ്ഞത്, താടി വെക്കാനാണ്. ഇനി താടി എന്നെപ്പോലെ ഇല്ലെങ്കിലും ഇതല്ലല്ലോ താടി. എന്താണ് പിന്നെ നിങ്ങൾ 98% ആൾക്കാർ ഇവിടെ വെച്ചത്? ഞാൻ അവിടെ വെച്ചതാ നിങ്ങൾ കണ്ടത്. അതുകൊണ്ട് ഞാനവിടെ വെച്ചതാണ് നിങ്ങൾ കണ്ടത്. അപ്പം നിങ്ങൾ കാണുന്നത് ചെയ്യുന്നവരാണ്, ചിന്തിച്ച് ചെയ്യുന്നവരല്ല. ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ താടി തന്നെ വെക്കുമായിരുന്നു. ചിന്തിക്കാതെയാണ് നിങ്ങൾ ചെയ്തത്, അതുകൊണ്ടാണ് ഇവിടെ വെച്ചത്. ഇപ്പോൾ 2 കാര്യം ഉറപ്പായി. ഒന്ന്, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടികളാണ്. രണ്ടാമത്തെ കാര്യം, തെക്ക് നല്ലോണം അറിയുന്ന മക്കളാണ്. ഓക്കെ, ഇനി ഒന്നും കൂടി കൈ കൊടുത്താട്ടെ. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് കൈ കൊടുക്കുക. 4 ഭാഗത്തേക്കൊന്ന് കൈ കൊടുത്തു. എന്നിട്ട് ഇരിക്കും ഇൻഷാ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് നിങ്ങളെ പ്രായത്തിലുള്ള മക്കളുണ്ട്. ഞാനിന്നിപ്പോൾ ഈ പരിപാടിക്ക് വരില്ല എന്നൊക്കെ തീരുമാനിച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് വന്നതാണ്. സത്യത്തിൽ നിങ്ങളെപ്പോലെ എനിക്കൊരു മോനുണ്ട്, കുറേ മക്കളുണ്ട്. അതിൽ ഒരു മോനുണ്ട്, അവനെന്ന് പോവാണ് വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലിപ്പോൾ ചോറ് വിളമ്പൽ ഏകദേശം തുടങ്ങിക്കഴിഞ്ഞു. എന്നിട്ട് ഞാൻ നിങ്ങളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ്റെ ഫ്രണ്ട്സുണ്ട്, കുടുംബക്കാരുണ്ട്, ഒക്കെ ഉണ്ട്. അവൻ UK യിലേക്ക് പോവുകയാണെന്ന്. 1.5 വർഷം കഴിഞ്ഞിട്ടേ വരുള്ളൂ. എന്നിട്ട് ഞാൻ നിങ്ങളോടൊപ്പമാണ്. 4 മണിക്ക് അവൻ ഇറങ്ങും. അപ്പോൾ അതിന് മുമ്പ് അവിടെ എത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എന്നിട്ടും ഞാൻ നിങ്ങളെ കാണാൻ വന്നത് ഞാൻ വലിയ സംഭവമായതുകൊണ്ടല്ല, നിങ്ങൾ ഈ സമൂഹത്തിൽ വലിയ ആളുകളായതുകൊണ്ടാണ്. നിങ്ങൾ വിദ്യാർത്ഥികളാണ് ഈ സമൂഹത്തിൻ്റെ ദിശയെ മാറ്റിമറിക്കുന്നവർ. ഇങ്ങനൊരു പ്രോഗ്രാം, ഇവിടെ ഇതിൻ്റെ ടൈറ്റിൽ മെഗാ മോറൽ ഹട്ട് എന്നതാണ്, അല്ലേ? IGM, MGMൻ്റെ കീഴിൽ IGM നടത്തുന്ന പ്രോഗ്രാം. അപ്പോൾ ഹട്ട് എന്ന് പറഞ്ഞാൽ ഒരു കൂടാരമാണ്. ഞാനതിന് വേണമെങ്കിൽ ഒരു മെഗാ യൂണിവേഴ്സ് എന്ന് വിളിക്കും. കാരണം ഓരോ കുട്ടികളും വലിയ ലോകമാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിശയിലേക്ക് അയക്കുകയാണ്. ആ ദിശയിലേക്ക് അയക്കുന്ന സമയത്ത് കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്.
നെഞ്ചിൽ കൈവച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട സന്തത സഹചാരി കൂടെ നടന്നിരുന്ന ആളെ വിദേശത്തെ ഒരു സ്ഥലത്തേക്ക് യാത്രയാക്കുകയാണ്. അങ്ങനെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മുആദ്, നീ വരുന്ന സമയത്ത് ഒരു പക്ഷേ ഞാനിവിടെ ജീവിച്ചിരിക്കണമെന്നില്ല. കാരണം അവസാനത്തെ ആയത്ത് ഇറങ്ങിയതുകൊണ്ട് ആ സൂചന പറയുന്നത്. ഇന്നത്തെ ദിവസം ദീന് പൂർത്തീകരിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആയത്ത് ഇറങ്ങിയതുകൊണ്ട് ഇനി അധികകാലം ഉണ്ടാകൂല എന്ന് റസൂലുള്ളാഹിക്ക് അറിയാം. അതുകൊണ്ട് ഈ ദൗത്യത്തിന് വേണ്ടി പോകുന്നത് കുറേ മാസങ്ങളാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളെടുക്കുന്ന ദൗത്യമാണ്. മുആദ് റളിയല്ലാഹു തആല അൻഹു വളരെ പ്രധാനപ്പെട്ട സഹാബിയുമാണ്. അതുകൊണ്ട് മുആദ് റളിയല്ലാഹു തന്നെ യാത്രയാക്കുക, അതൊരു സങ്കടകരമായ യാത്രയാക്കലായിരിക്കും. ആയിരിക്കുമെന്നല്ല, ആയിരുന്നു, ആണ്. കാരണം നിങ്ങൾ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാകണമെന്നില്ല എന്ന് പറയുമ്പോൾ ഐ ആം ഗോയിങ് ടു ഡൈ, അല്ലേ, ഞാൻ മരിച്ചുകൊണ്ടിരിക്കാതെ മരിക്കാൻ പോവാണ്. അപ്പോൾ മുആദ് റളിയല്ലാഹു തആല അൻഹു എങ്ങനെയായിരിക്കും ആ യാത്ര പോയിട്ടുണ്ടാവുക? ആ യാത്ര ഒരുപാട് ഉപദേശങ്ങൾ കേട്ടിട്ട് പോകുന്ന സമയത്ത് തൻ്റെ കുതിരപ്പുറത്ത് കയറി യാത്ര പുറപ്പെടാൻ സമയത്ത് ആ രംഗം കണ്ടുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല മദീനയിൽ നിന്നൊരു വാക്ക് പറഞ്ഞു. മസ്ജിദ് നബവിയിൽ അപ്പോൾ ഖുർആൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു, ഷെയ്ഖു തഫ്സീർ എന്നാണ് പറയാം, തഫ്സീറിൻ്റെ ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ഇബ്നു അബ്ബാസ്. ആ രംഗം ഇങ്ങനെ യാത്രയാക്കുന്ന രംഗം കണ്ടപ്പോൾ അറിയാണ്ട് പറഞ്ഞു പോയി, ഇന്ന മുആദ് ബിൻ ജബൽ കാന ഉമ്മത്തും വാഹിദ. മുആദ് ബിൻ ജബൽ ഒരു ഉമ്മത്താണ്, ഒരിക്കലും എന്തല്ല, ഒരു വ്യക്തിയല്ല. ഇത് സത്യത്തിൽ നിങ്ങൾ ഭയങ്കര ബെസ്റ്റീസാണ് തോന്നുന്നുണ്ട് അല്ലേ, കൈയിടിച്ചുകൊണ്ടേയിരിക്കണത്, അതിനെപ്പറ്റിയൊക്കെ പറയാം. അപ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ആ പോക്ക് കണ്ട സമയത്ത് ആ സങ്കടം കൊണ്ട് പറഞ്ഞതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. പക്ഷെ അവിടെ പറയേണ്ടിയിരുന്ന വാക്ക് ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ വാഹിദ എന്നാണ്. കാരണം ആയത്ത് അങ്ങനെയാണ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഉമ്മത്താണ് എന്നാണ് ആയത്ത്. പക്ഷെ അതിൻ്റെ വിശദീകരണം പറഞ്ഞത് ഇന്ന മുആദ് ബിൻ ജബൽ കാന ഉമ്മത്തൻ വാഹിദ. മുആദ് ബിൻ ജബലും ഇതേപോലെ ഒരു ഉമ്മത്തും വാഹിദയാണ്, അഥവാ ഒരു സമൂഹമാണ്, ഒരു വ്യക്തിയല്ല എന്ന്. അപ്പോൾ ഒരു സഹാബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നിങ്ങളെന്താ അങ്ങനെ പറയുന്നത്? മുആദ് ബിൻ ജബലിനെ കുറിച്ചിട്ടല്ലല്ലോ ഇവിടെ പറഞ്ഞത്, ഇത് ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞതല്ലേ. അങ്ങനെ സംശയമായി റസൂലുള്ളാഹി തിരിച്ചു വന്നപ്പോൾ റസൂലുള്ളാഹിയോട് ചോദിച്ചു, മുആദ് ബിൻ ജബലിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നു, ഈസ് ഇറ്റ് ട്രൂ, ഇത് ശരിയാണോ? ആ സമയത്ത് പറഞ്ഞൊരു വാക്ക് എന്തെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി പറഞ്ഞത്, അതെ, ഒരേ ദൗത്യത്തിൻ്റെ പേരിലാണ് മുആദ് റളിയല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ജീവിച്ചത്. ദൗത്യം ഒന്നാണ്, ദീനിനെ വ്യാപിപ്പിക്കുക എന്നുള്ള ദൗത്യമാണ്. അതുകൊണ്ടത് ഇബ്രാഹിം നബി ആയാലും മുആദ് ബിൻ ജബൽ ആയാലും രണ്ടും രണ്ട് തട്ടാണ്. കാരണം ഒന്ന് പ്രവാചകന്മാരുടെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ആളാണ്, മറ്റൊന്ന് സഹാബായാണ്. രണ്ടും ഒരേ റാങ്കല്ല. പക്ഷെ ദൗത്യം ഒന്നായതുകൊണ്ട് അവർ ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ പണിയല്ല, ഒരു സമൂഹത്തിൻ്റെ പണിയാണ്. ഇതിൽ 10ാം ക്ലാസ്സുകാർ ജസ്റ്റ് ഒന്ന് കൈപ്പൊക്കിയാട്ടെ. 10th, ഇപ്പം ഈ വർഷം 10th കഴിഞ്ഞവർ അല്ലേ, ഒന്ന് കൈപ്പൊക്കിയാട്ടെ. അല്ല, ഇപ്പം 10th ആയവരും അവൾ ആ 10ാം ക്ലാസ്സുകാരാണ്. +1, +2, ഡിഗ്രി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, ഫസ്റ്റ് ഇയർ ആണ് കൂടുതലുള്ളത്. പിന്നെ ഫൈനൽ ഇയർ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഉണ്ട്. ഈ ലോകത്തിൽ ഏറ്റവും ടോപ്പ് കരിയർ ഏതാ? നമുക്കിങ്ങനെ സംസാരിച്ച് പോവാം. ഏറ്റവും ടോപ്പ് കരിയർ ഏതാ? നിങ്ങൾ വിശ്വസിക്കുന്നു, പ്രത്യേകിച്ച് കേരളക്കാർ വിശ്വസിക്കുന്നു, എങ്ങനെയെങ്കിലും നീറ്റ് എഴുതുക, ഡോക്ടറാവുക. അതാണോ എന്ന് പറഞ്ഞതിൻ്റെ വ്യാഖ്യാനം പറയും. വെറുതെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തുകൊണ്ട് ഡോക്ടർ നല്ലൊരു കരിയർ അല്ല? വേം പറ. ഞാൻ ഈ 2-3 ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് എന്തായാലും ഒരു ചോദ്യത്തിന് 2000 റുപ്യ ഞാൻ എന്താക്കാം, തരാം. ഉത്തരം പറഞ്ഞാൽ കേട്ടോ, ഉത്തരം പറയാതെ തരൂല. എനിക്ക് പ്രസംഗമല്ല പണി, അതെൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം. പ്രസംഗം ഒരു ഭാഗമാണ്, എനിക്ക് ബിസിനസ്സും കാര്യം ഏർപ്പാടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൈസ തരാനൊക്കെ കുറേശ്ശെ എനിക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ചോദ്യത്തിന് 2000 റുപ്യ ഇത് തരും. ആ ചോദ്യം ഏതാന്ന് പറഞ്ഞിട്ടേ ഞാൻ ചോദിക്കുള്ളൂ കേട്ടോ, വേറെ പറയാം. ഈ ചോദ്യത്തിന് പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലിപ്പോൾ ഞാനൊരു 500 റുപ്യ തരാം. ഇത് സാധാരണ ഒരു ചോദ്യമല്ലേ, ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പ് കരിയർ ഏതാണ്?
ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് പോകലാണ് ഏറ്റവും ടോപ്പ് കരിയർ അല്ലേ? ചില ആളുകൾ വിശ്വസിക്കുന്നു ഡോക്ടറാണ് ഏറ്റവും ടോപ്പ് കരിയർ എന്ന്. ചില ആളുകൾ വിശ്വസിക്കുന്നു അല്ല, JEE എഴുതി IIT-യിൽ എത്തലാണ് ഏറ്റവും ടോപ്പ് കരിയർ എന്ന്. ചില ആളുകൾ വിശ്വസിക്കുന്നു അതല്ല, UPSC-യുടെ CSC എന്ന് പറഞ്ഞ സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതി അവിടെ എത്തലാണ് ഏറ്റവും ടോപ്പ് എന്ന്. ചില ആളുകൾ വിശ്വസിക്കുന്നത് മൂന്നുമല്ല, അതിൻ്റെ മേലെ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നതിലേക്ക് ആവലാണ് ഏറ്റവും ടോപ്പ് എന്ന്. ഇങ്ങനെ വ്യത്യസ്തമാണ്. ചില ആളുകൾ വിശ്വസിക്കുന്നത് അതൊന്നുമല്ല, ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റി എന്ന് അവകാശപ്പെടുന്ന ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG കഴിയലാണ്, അത് ഹാർവാർഡിൻ്റെ അലുമിനിയായി ബിസിനസ്സുകാരനാവലാണ് ഏറ്റവും ടോപ്പ് എന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നു. ചില ആളുകൾ വിശ്വസിക്കുന്നു അതൊന്നുമല്ല, എക്കണോമിക്സിൻ്റെ ടോപ്പിലേക്ക് കയറി ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമിക്സിൻ്റെ കേന്ദ്രമായ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ ഏറ്റവും വലിയ അലുമിനി ആവലാണ് ഏറ്റവും ടോപ്പ് എന്ന് വിശ്വസിക്കുന്നു. ചില ആൾക്കാർ വിശ്വസിക്കുന്നു ഈ ലോകത്തിൻ്റെ തന്നെ സ്പന്ദനം മാത്തമെറ്റിക്സ് ആയതുകൊണ്ട് ഏറ്റവും ടോപ്പ് റേഞ്ചിൽ ഒരു മാത്തമെറ്റീഷ്യൻ ആകലാണ് ഏറ്റവും ടോപ്പ് റേഞ്ച് എന്ന്. ചില ആളുകൾ വിശ്വസിക്കുന്നു അതൊന്നുമല്ല, AI പഠിച്ചിട്ട് അതിൽ PhD എടുത്ത് ആധുനിക ലോകത്തെ AI PhD-കാരനാവലാണ് ഏറ്റവും ടോപ്പ് എന്ന്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ ലെവലിലാണ് ചിന്തിക്കുക. ഇതൊന്നുമല്ല ടോപ്പ്. അപ്പം പിന്നെ അത് അതിൻ്റെ മേലെ ആകാശത്തേക്ക് പോവുക നിങ്ങൾ ചിന്തിക്കുക. ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പ് കരിയർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ റിഫോമർ എന്ന് പറയുന്ന പൊസിഷനാണ്. ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ, എന്താണ് അതെന്താ സാധനം? സാമൂഹിക പറയും. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരാരൊക്കെ ഉണ്ട്? പ്ലീസ് റേസ് ദ ഹാൻഡ്സ്. ഒട്ടുമിക്ക കുട്ടികളും ഇംഗ്ലീഷ് മീഡിയം തന്നെ ആവും അല്ലേ? ഏകദേശം അങ്ങനെ തന്നെയാണ് എല്ലാവരും. അപ്പം നിങ്ങളോട് എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങളോടൊരു ചോദ്യമുണ്ട്, എന്ന് ഞാൻ പിന്നെ ചോദിക്കാട്ടോ. ഇംഗ്ലീഷ് മീഡിയത്തിൽ ചോദിക്കുമ്പോൾ 500 റുപ്യൻ്റെ വേറെ ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ്? അത് 500 റുപ്യൻ്റെ ക്വസ്റ്റ്യനാണ്. മോഡേൺ ഇംഗ്ലീഷിൻ്റെ ഫാദർ ആരാണ്? മൊബൈൽ നോക്കിയാൽ 1000 റുപ്യ കണ്ട് തരേണ്ടി വരും കേട്ടോ. പറയും. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ നിങ്ങൾ? ഞാൻ ആദ്യം നിങ്ങളോട് ദിശ ചോദിച്ചു. ദിശ ചോദിച്ചപ്പോൾ ദിശ അറിയില്ല പലർക്കും, ഞാൻ കുറ്റപ്പെടുത്തല്ല. പിന്നെ കൈ ഇങ്ങനാക്കി താഴെ വെക്കാൻ പറഞ്ഞു, അതും ആയില്ല. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷിൻ്റെ ഫാദർ ആരാന്ന് ചോദിച്ചാൽ അതും അറിയില്ല. അതിൻ്റെ അർത്ഥം സബ്ജക്റ്റ് പഠിക്കുന്നു, പക്ഷെ നമ്മൾ ഒബ്സർവർ അല്ല, നമ്മൾ നിരീക്ഷണമുള്ളവരല്ല. നന്നായിട്ട് നിരീക്ഷിക്കുന്നവർക്ക്, നന്നായിട്ട് വായിക്കുന്നവർക്ക്, ഇത് അന്വേഷിക്കുന്നവർക്കാണ് സത്യത്തിൽ എന്തുണ്ടാവുക? അത്തരം അറിവുകൾ ഉണ്ടാവുക. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ 500 റുപ്യൻ്റെ അതിന് മുമ്പൊക്കെ ചോദിച്ച ചോദ്യം ഏതാണ്? ഏറ്റവും ടോപ്പ് പൊസിഷൻ. അത് നിങ്ങൾ പറഞ്ഞില്ല. ഏതാണ്? സോഷ്യൽ റിഫോമർ എന്നത്. എന്താ സോഷ്യൽ റിഫോമർ? സോഷ്യൽ റിഫോമർ എന്ന സാമൂഹിക നവീകാരകനാണ്, നവോത്ഥാനം നടത്തുന്ന ആളാണ്, അല്ലെങ്കിൽ നവോത്ഥാവാണ്. അതെന്താ അങ്ങനെ പറഞ്ഞാൽ? ഈ ലോകത്തിലെ ഇപ്പോൾ പ്രവാചകന്മാർ വന്നവരെല്ലാവരും സോഷ്യൽ റിഫോമേഴ്സ് ആയിരുന്നു. ദേ ആർ പ്രോഫറ്റ്സ്. അവർ പ്രവാചകന്മാരാണ്. അവരെവിടെയാണ്? അവരുടെ വിളനിലെവിടെയായിരുന്നു? നിങ്ങളെന്താ പറയാത്തെ? എവിടെയായിരുന്നു? മനുഷ്യർക്കിടയിലായിരുന്നു. ആണോ അല്ലേ? ആണോ അല്ലേ? അവർ വ്യത്യസ്ത ജോലി ചെയ്തവരുണ്ട്, അതിൽ കച്ചവടം ചെയ്ത പ്രവാചകന്മാരുണ്ട്, കൃഷി ചെയ്ത പ്രവാചകന്മാരുണ്ട്. പക്ഷേ കാർഷികമാണ് ഞങ്ങളുടെ പണി എന്നല്ല പറഞ്ഞത്. എന്താണ്? ഇന്നി ദഅൗതു ഖൗമി ലൈലൻ വനഹാറ വലൻ യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. പിന്നെ ദഅ ഇലല്ലാഹ്, അല്ലേ? ദഅ സക്കരിയ, ദഅ യഹ്യ. ഇങ്ങനെ എല്ലാവരും ചെയ്തൊരു പണിയുണ്ട്. സമൂഹത്തിൻ്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് സമൂഹത്തെ വാർത്തെടുത്ത ആളുകൾ, അതിൽ നമ്പർ 1 പ്രവാചകന്മാരാണ്. ഇനി നമുക്ക് ആ കൂട്ടത്തിൽ തന്നെയാണ് ചില ആചാര്യന്മാർ വന്നിട്ടുള്ളത്. ആചാര്യന്മാരിൽ പലരും പ്രവാചകന്മാരായിരുന്നു എന്നൊരു തീസിസ് അവിടെ നിൽക്കുന്നുണ്ട്. 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ വന്നതിൽ, ഉദാഹരണത്തിന് വ്യാസമഹർഷി, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ജനിക്കുന്നതിനേക്കാൾ, വിശ്വാസമ ജനിക്കുന്നതിനേക്കാൾ 2000 വർഷം മുമ്പേ ജനിച്ചു മരിച്ചു പോയ ആളാണ്. നിങ്ങൾ കാലപ്പഴക്കം എടുത്ത് നോക്കി. നമ്മൾ വിചാരിച്ച് വ്യാസമഹർഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധിക കാലം പഴക്കമൊന്നുമില്ല എന്നാണ്. നിങ്ങൾ കാലഘട്ടം എടുത്ത് നോക്കുക. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പേ വന്നുപോയ ആളാണ്. അതുകൊണ്ട് തന്നെ വ്യാസമഹർഷി പറയുന്ന വാക്കിൽപ്പെട്ട ഭവിഷ്യൽ പുരാണം ഇപ്പോൾ ചർച്ചയല്ല, അതെവിടെക്കോ കിടക്കുകയാണ്, ആർക്കും കിട്ടാനില്ല സാധനം. ഭവിഷ്യൽ പുരാണത്തിലെ ഗാണ്ഡം 2 ഏതസ്മിൻ അന്തരേ മ്ലേച്ഛാചാര്യേണ മഹാമ്മദ് ഇതിഖ്യാത ശിഷ്യസാഗ സമന്വിത നിർഭാഞ്ചേവ മഹാദേവ മരുസ്ഥല നിവാസിന ഗംഗാജലൈ സസന്ന പഞ്ചദൈക സമന്വിതം ലിംഗച്ഛേദി ശ്രമാതീത ശ്രമ ശതാദി ശദൂഷതേ ഉച്ഛാല്ലഭി സർവപക്ഷി പശ്വതി ഗണമോ മുസൈല്ലവ നവസംസ്കാര ഗുശൈഭവശ്രുതി.
ഇതി മായാതൃത ത്രിപുരനാരായ ശുദ്ധായ പഞ്ചദൈക സമന്വിത എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പറഞ്ഞതിൻ്റെ അർത്ഥമല്ല പ്രശ്നങ്ങൾ എന്താ ഇളകുന്നത്. ഇത് പഠിക്കാൻ ഭയങ്കര പണിയാണ്. അല്ല, ഞാൻ പറയുന്നത് ഇത് പറഞ്ഞു വെച്ചത് അല്ല അവിടുത്തെ കാര്യം. 2000 വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനൊരു പ്രവാചകൻ വരുന്നു എന്ന് പറഞ്ഞുവല്ലോ. അത് മനസ്സിലായോ? നമ്മളിപ്പോൾ 2025 മനസ്സിലായോ? അപ്പോൾ 4025 ഒരാൾ വരും എന്നും പറഞ്ഞാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ ആൾ പിന്നെ എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ചിലപ്പോൾ പ്രവാചക ശൃംഖലന്മാരിൽപ്പെട്ടവരാകാം, ആചാര്യനെന്ന് നമുക്ക് വിളിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള ആളുകളാകലാണ് ഏറ്റവും ടോപ്പ്. അത് ദൈവം തിരഞ്ഞെടുക്കുന്നതാണ് പ്രവാചകന്മാർ. പക്ഷെ നമ്മളെപ്പോലെയുള്ളവർക്ക് എങ്ങനെ ആകാൻ പറ്റും? ഓരോ കുട്ടികളും ഇമ്പാക്റ്റബിൾ ആകുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്വാധീന ശക്തിയുള്ള കുട്ടിയാവുക. പഠിച്ചുയർന്ന് വലിയൊരു ഡോക്ടറാവുക എന്നതിനേക്കാൾ ഏറ്റവും പ്രധാനം ഒരുപാട് ജീവിതത്തിൻ്റെ ആളുകളുടെ, നിങ്ങൾ പറയുന്ന ഫോളോവേഴ്സ് ഉണ്ടല്ലോ, നിങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ ഈ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞത്. അതല്ലാതെ റിയൽ ലൈഫിൽ നിങ്ങളെ ഫോളോ ചെയ്യാൻ കുറേ ആളുകൾ ഉണ്ടാവുക എന്നതാണ്. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ലൈഫ് ഏറ്റവും പെർഫെക്റ്റ് ലെവലിലേക്ക് പോകണം. ആ പെർഫെക്ഷനിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് സോഷ്യൽ റിഫോമറാകുക. സോഷ്യൽ ലീഡേഴ്സ് ഉണ്ട്. സോഷ്യൽ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പം പൊളിറ്റിക്കലി മറ്റുള്ള കാര്യത്തിലൊക്കെ ഉള്ള ലീഡേഴ്സിന് വേണമെങ്കിൽ നമുക്ക് സോഷ്യൽ ലീഡേഴ്സിന് വിളിക്കാം. പക്ഷേ സോഷ്യൽ റിഫോമർ അതിനേക്കാളും മേലെയുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, 1,00,000 കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയാവുക എന്നതല്ല നിങ്ങളുടെ ദൗത്യം. ആ 1,00,000 കുട്ടികൾ ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിയാവുക എന്നതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? നെഗറ്റീവ് സെൻസിലല്ല, പോസിറ്റീവ് സെൻസിൽ. പോസിറ്റീവായി നിങ്ങളെ ഫോളോ ചെയ്യാൻ ഞാൻ ആരാ എന്നൊക്കെ ചോദിക്കും. നിങ്ങളെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റാരെ ഫോളോ ചെയ്യുന്നുണ്ട്, ആ ഫോളോ ചെയ്യുന്ന ആളെ ഫോളോ ചെയ്യാൻ നിങ്ങളൊരു നിമിത്തമാവുക. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യാൻ നമ്മളൊരു നിമിത്തമാവുക. മൊത്തം മനുഷ്യരാശിയെ ഒന്നിച്ചു കാണാൻ നമ്മളൊരു നിമിത്തമാവുക. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ? അത് നിങ്ങൾ ഡോക്ടേഴ്സ് ആയാലും എൻജിനീയേഴ്സ് ആയാലും എന്തായാലും ഏത് മേഖലയിലേക്കായാലും അതായിത്തീരുക എന്നതാണ്. അപ്പം നമുക്ക് തോന്നും ഞങ്ങൾ പഠിച്ചിട്ട് ഇങ്ങനെ ആയാൽ പോരെ അങ്ങനെ ആയാൽ പോരെ എന്നൊക്കെ നമുക്ക് തോന്നും. ഇപ്പോൾ ഈ കുട്ടികൾ നല്ല സ്നേഹത്തിലുള്ള മക്കളെ, ഇവർ രണ്ടാളും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കൈ പിടിച്ചുകൊണ്ടിരുന്ന് ആ സ്നേഹം വേണം നമുക്ക്. അത് തെറ്റൊന്നുമല്ല, ആ സ്നേഹം വേണം. അത് ഇമോഷണലി നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്തൊരവസ്ഥയാണ്. ബസ്സിൽ പോകുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, പരിചയമില്ലാത്ത ഒരാൾ നമ്മളെ തോളത്തേക്ക് വന്നാൽ നമ്മൾ ഇങ്ങനെ ആക്കും തോള്, ആണോ അല്ലേ? ദേഷ്യം വിട്ടിട്ട് ഇങ്ങനെ ആക്കും. 2 വട്ടം വന്നാൽ പിന്നെ മൂപ്പരെ കാലിൽ തട്ടിയിട്ട് പറയും ഹലോ നോക്കണേന്നറിയും. പക്ഷെ അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണെന്ന് വിചാരിക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്, നമ്മുടെ സ്വന്തം കൂട്ടുകാരിയാണ്. അവൾ തളർച്ചയിൽ നമ്മളെ തോളത്ത് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ ആക്കൂല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഒന്നും കൂടി തല ഇങ്ങനെ ആക്കിയിരുത്തും. കാരണം എന്തുകൊണ്ടാണ്? രണ്ടും വേവ് ലെങ്ത് രണ്ടാണ്. അത് ആളോടുള്ള ബന്ധം രണ്ടാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെ വേദനകളും, അയാളും ഇതേപോലെ ഏതോ ഒരു സുഹൃത്തിൻ്റെ ഏറ്റവും ടോപ്പ് സുഹൃത്താണ്. അപ്പോൾ അയാളൊന്ന് 2 മിനിറ്റ് നമ്മളെ തോളത്ത്, അയാൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാര്യമല്ല ഞാൻ പറഞ്ഞു കേട്ടോ, അയാളിലേക്ക് പോകരുത്, മനസ്സിലായോ? അപ്പോൾ ആണുങ്ങളുടെ ചുമലിൽ ഇങ്ങനൊന്ന് കൈവച്ച് ഒന്ന് ഉറങ്ങി എന്നതിൻ്റെ പേരിൽ നമുക്കൊരു എതിർപ്പ് തോന്നരുത്. ആ ഒരു മെൻറ്റാലിറ്റി സത്യത്തിൽ ആർക്കേ ഉണ്ടാവുള്ളൂ? എല്ലാവരെയും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരാൾക്കേ തോന്നും. ആ ഒരു മേഖലയിലേക്ക് നമ്മൾ എത്തുക, അതിന് നമ്മൾ എന്താകുക? ഏറ്റവും നല്ല സ്ട്രോങ് ലെവലിൽ പോവുക എന്നുള്ളത്. അതിൻ്റെ ബേസുകൾ പറയാം, നമ്മൾ ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ ബേസ്, നമ്മൾ എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്യുന്ന ആളായിരിക്കണം. ഇപ്പോൾ വിദ്യാർത്ഥികളായതുകൊണ്ട് പറയാം, ഇതിൽ ഫോക്കസ് ചെയ്ത് വിദ്യാഭ്യാസം നടത്തുന്ന ആൾക്കാരൊക്കെയുണ്ട്. ഇപ്പം നീറ്റ് എഴുതാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ എത്ര പേരുണ്ട്? നീറ്റ് ഭാവിയിൽ എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്രയുണ്ട്? പെട്ടെന്ന് കൈവയ്ക്കാട്ടെ, എനിക്ക് അധികം സമയമില്ല, വേഗം പറഞ്ഞിട്ട് പോകണം. ആരുമില്ലേ? ഇതിൽ ഫുള്ള് സോഷ്യൽ റിഫോമേഴ്സ് എന്നാണ് തോന്നുന്നത്. ഡോക്ടേഴ്സ് ആരുമില്ല? അത് കൈവയ്ക്കാൻ മടിക്കണ്ട. ഡിഗ്നിറ്റിയോട് കൂടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആദ്യം അതിനൊരു ധൈര്യം കാണിക്കണം, എന്നിട്ടല്ലേ ഡോക്ടർ ആവല്. നമ്മളെ വീടും ഇക്കണ്ട ബിൽഡിങ്ങും, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, വ്യാപാര ഭവൻ്റെ ഈ ബിൽഡിംഗ് ആദ്യം ഒരു പേപ്പറിലാണ് വന്നത്, എന്നിട്ടാണ് ഇങ്ങനെ വന്നത്. ഒരു എഞ്ചിനീയറുടെ പേപ്പറിലല്ല ആദ്യം വന്നത്. അതുകൊണ്ട് എഴുന്നേറ്റ് നിന്നാൽ ഡോക്ടറാവുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആ ഒരൊറ്റ എഴുന്നേറ്റ് നിൽപ്പിലൂടെ നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഉണ്ടാകും അവിടെ. അതുകൊണ്ടൊന്ന് എഴുന്നേറ്റാട്ടെ. നീറ്റ് എഴുതാൻ വേണ്ടി തയ്യാറാകുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഭാവിയിൽ നീറ്റ് എഴുതി
ചുരുക്കി പറഞ്ഞാൽ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നവരൊന്ന് എഴുന്നേറ്റാട്ടെ. അവിടെ എഴുന്നേറ്റ് എഴുന്നേറ്റ സമയമില്ല. ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നവരൊന്ന് എഴുന്നേറ്റാട്ടെ. ഒന്ന് എഴുന്നേറ്റോന്ന്, അതിനിപ്പോൾ മടിയൊന്നും കാണിക്കണ്ട. ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നവർ സ്ട്രോങ് ലെവലിലൊന്ന് കൈയടിച്ച് കൊടുക്കടാ, ഒരു ഉഷാറായിട്ടൊരു കൈയടി കൊടുക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇത്രയും 300-400 കുട്ടികൾ അല്ലെങ്കിൽ 300 കുട്ടികളെങ്കിലും ഉണ്ടാവും. ഇത്രയും കുട്ടികൾ നിങ്ങൾക്ക് വേണ്ടി കൈയടിച്ചു. ആ കൈയടി നിങ്ങൾ ഡോക്ടറാകണമെന്ന ഒരു ആണിക്കല്ലാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ആവണം, ആയേ പറ്റൂ. എല്ലാം കൂടി വീഡിയോയിൽ വരണമെന്നില്ല കേട്ടോ. എന്നാലും എനിക്ക് നല്ലൊരു ഓർമ്മയുണ്ട്. ഞാനൊരിക്കലും എൻ്റെ ഒരു അധ്യാപകൻ്റെ മുന്നിലൊരു ചോദ്യം ചോദിച്ച സമയത്ത് ഇങ്ങനെ തല താഴ്ത്തിയിട്ട് ഇങ്ങനെ നിന്നു. അധ്യാപകൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്. വലിയ സാഹിത്യത്തിൽ പ്രഭാഷണം നടത്തുന്ന, നന്നായിട്ട് എഴുതുന്ന, പിന്നെ വന്ന വഴിയിലൊക്കെ റാങ്ക് കിട്ടിയിട്ടുള്ള ഒരാളാണ്. പേരെടുത്ത് പറഞ്ഞ സംവിധാനി സാഹിബാണ്. 1ാം റാങ്കായിരുന്നു പി ജിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. പക്ഷെ അദ്ദേഹം അത് പറയാറില്ല എന്നുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം ഒരിക്കലും എന്നോടൊരു ചോദ്യം ചോദിച്ചു. അതൊരു സ്വകാര്യ സംഭാഷണമാണ് നിങ്ങളോട്. അപ്പം ഞാനിങ്ങനെ അതിൻ്റെ ഉത്തരം കുറേശ്ശെ അറിയാമായിരുന്നിട്ടും എന്ത് ചെയ്തു, ഞാനൊന്നിങ്ങനെ തല താഴ്ത്തി വന്നു. കാരണം ഞാൻ അധികം സംസാരിക്കുന്ന ആളല്ലായിരുന്നു. അന്ന് ഞാനൊരു മിമിക്രിക്കാരനാണ് ശരിക്കും പറഞ്ഞാൽ. സ്കൂളിൽ മിമിക്രിയിൽ ഫസ്റ്റ് ഞാനായിരുന്നു, ജില്ലയിൽ തന്നെ ഞാനായിരുന്നു. അങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് എൻ്റെ ഒരു എപ്പിസോഡ്. അതിനുശേഷം ഞാൻ മൂപ്പരടുത്ത് എത്തുന്നത്. അപ്പോൾ ഈ മമ്മൂട്ടിയുടെ ശബ്ദം, മറ്റുള്ള ശബ്ദമൊക്കെ അതേപോലെ എടുക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം എന്നോട് പറയരുത് കേട്ടോ, ഞാൻ ആ കാലമൊക്കെ വിട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചെറിയ മിമിക് രൂപത്തിൽ പോവാന്നല്ലാതെ ഒറിജിനൽ ഡയലോഗ്സ് പറയാനുള്ള ഒരു കപ്പാസിറ്റിക്ക് എത്തിയിട്ടില്ല. അതെനിക്ക് ശേഷിയുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ആ സമയത്താണ് അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിക്കുന്നത്. അല്ല ഞാനിങ്ങനെ തല താഴ്ത്തുന്ന ഒരൊറ്റടിയാണ്. ശബ്ദം കേട്ടിട്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ടായി. എന്നിട്ട് മൂപ്പര് പറഞ്ഞത് എന്താണെന്ന് അറിയാം, മൂപ്പർക്ക് പറയാമല്ലോ, മൂപ്പർക്ക് ഇങ്ങനെ ഫ്ലോയിൽ പറയാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായതുകൊണ്ട് പറയാം. പക്ഷേ എൻ്റെ മനസ്സിൽ അതന്ന് കൊണ്ടു. എന്നോട് പറഞ്ഞ വാക്ക്, എനിക്കന്ന് 17 വയസ്സാട്ടോ, ഞാൻ പ്രീ ഡിഗ്രിക്കാരനാണ്. എന്നോട് പറഞ്ഞ വാക്ക് 1931 80 രാജ്യം ഭരിക്കുന്ന ജോർജിൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ച മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ പിൻഗാമിയാണ് നീ എന്തിനാ തല താഴ്ത്തുന്നത്? ഞാൻ അങ്ങനെ വിചാരിച്ച് എന്തൊക്കെയാ ഈ പറഞ്ഞത്. ദാറ്റ് ഈസ് മോട്ടിവേഷൻ. പറഞ്ഞു മനസ്സിലായി? 80 രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിച്ച 1931 ബക്കിംഗ്ഹാം പാലസിനെ പിടിച്ചുകുലിക്കുക മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ പിൻഗാമിയാണ് നീ എന്തിനാ തല താഴ്ത്തുന്നത്? അന്നിങ്ങനെ പൊന്തിച്ചു പിടിച്ചതാ, പിന്നെ വല്ലാണ്ട് എന്താക്കിയിട്ടില്ല, താത്തില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണമാണ്, ഒരു മോട്ടിവേഷനാണ്. നമുക്ക് ആരെങ്കിലുമൊക്കെ മോട്ടിവേഷൻ തരാൻ വേണം. ഉമ്മമാർക്കറിയാത്തത് കൊണ്ട് ആ മോട്ടിവേഷൻ ഉമ്മാർ പിന്നാലെ ഇങ്ങനെ വരുന്നു. എന്നിട്ട് പഠിക്കടി മോളെ, ചെയ്യടി മോളെ. അപ്പം തള്ള വൈബ് നിങ്ങൾ പറയുന്നത്, തള്ള വൈബ്. വാപ്പ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയാണ്, വാപ്പ വിളിച്ചിട്ട് പറയാണ് എന്ത്, മോളെ നന്നായിട്ട് പഠിക്കണം കേട്ടോ, അല്ല ഉഷാറാവണം കേട്ടോ. അപ്പം അത് തന്ത വൈബ്. നിങ്ങളല്ല കേട്ടോ, നിങ്ങളൊക്കെ നല്ല മക്കളോ ആയതുകൊണ്ടല്ലോ ഇവിടെ ബാഡ്ജും കുത്തി. എനിക്ക് ചെറിയ ബാഡ്ജാണ് തന്നിരിക്കുന്നത്, നിങ്ങൾക്കൊക്കെ വലുതാണ്. അപ്പം നിങ്ങൾ അത്ര ആദരിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം? നിങ്ങളതൊക്കെ നോക്കി ഇതിനേക്കാളൊക്കെ വലുതാണ് അല്ലേ? എനിക്കിങ്ങനെ ഫീൽ ചെയ്തത്. ഇന്നൊന്ന് ചെറുതാക്കി, അപ്പം നിങ്ങളാണ് ഇവിടെ എന്താക്കുന്നത്, വലുതാകുന്നത്. അപ്പം അത്രയും ടോപ്പ് റേഞ്ചിൽ നിങ്ങളിപ്പോൾ ഉണ്ട്. അപ്പം ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു പണി എന്താണെന്നറിയോ? നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഏതിൽ? വിദ്യാഭ്യാസത്തിൽ ഫോക്കസ് ചെയ്യുക. നമ്പർ 1 വിദ്യാഭ്യാസത്തിൽ ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുതിര ഓടുന്നത് പോലെ ഓടണം. കുതിരയോട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. വൽആദിയാതി ലബ്ഹൻ ഫൽമൂരിയാതി ഖദ്ഹൻ ഫൽമുഗീറാതി സുബ്ഹൻ ഫഅസർന ബിഹി നഖാ ഫവസത്ന ബിഹി ജംആ. ഇതിലും മനോഹരമായിട്ട് ഇനി ആർക്കാണ് ഇത് ആവിഷ്കരിക്കാൻ പറ്റുക? വൽആദിയാതി ലബ്ഹൻ എന്ന് പറയുന്ന ശബ്ദത്തെയാണ് ലബ്ഹൻ എന്ന് പറയാ. കെതച്ചുകൊണ്ട് ഓടുന്നവയെ തന്നെ സത്യം, കെതച്ചുകൊണ്ട് ഓടുന്നവയെ തന്നെ കൊണ്ട് സത്യം. വൽആദിയാതി ലബ്ഹൻ ഫൽമൂരിയാതി ഖദ്ഹൻ, അല്ലേ? പൊട്ടിപ്പട്ടലങ്ങൾ പറത്തുന്നവയെ തന്നെ, തീപ്പൊരികൾ പാറിക്കുന്നവയെ തന്നെ, ഇങ്ങനെ പറഞ്ഞു പോവാൻ. ഫൽമൂരിയാത്തി ഖദ്ഹൻ ഫൽമുഗീറാത്തി സുബ്ഹൻ, പ്രഭാതത്തിൽ തുളച്ച് കയറുന്നവയെ തന്നെ സത്യം, പ്രഭാതത്തെ പോലും വക്കാതെ പോകുന്നവയെ തന്നെ സത്യം. എന്നിട്ടിങ്ങനെ പറഞ്ഞ് തീപ്പൊരി പാറിപ്പിക്കുന്ന, കുളമ്പുകൾക്കിടയിൽ നിന്ന് തീപ്പൊരി പാറിച്ച്, അതിൽ നിന്ന് പൊടിപടലങ്ങൾ പാറിച്ച്, അതോടൊപ്പം തന്നെ സുബഹിയെ പോലും അഥവാ പ്രഭാതത്തിൻ്റെ തണുപ്പ് പോലും വകവെക്കാതെ എരച്ചു കയറി ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിലേക്ക് വുസ്തയിലേക്ക് കയറി അടിപൊളിയായിട്ട് പോകുന്ന കുതിരയെ തന്നെ സത്യമെന്നാണ്. കുതിര എന്ന വാക്കവിടെ പറഞ്ഞില്ലെങ്കിലും ഈ സംഭവം കുതിരയാണ്. അത്രയും ജാഗ്രതയോടു കൂടി പോകുന്ന ഹോഴ്സ് റൈഡിങ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിനൊരു പ്രത്യേകത എന്താണെന്നറിയോ? അതിനൊരിക്കലും
സൈഡ് കാണാൻ കഴിയില്ല. ഞാൻ ദുബായിൽ നമ്മളൊരു സുഹൃത്തുണ്ട്, കാസർഗോട്ടുകാരനാണ്. ഞങ്ങൾ കുതിര അഷ്റഫ് എന്ന് വിളിക്കൽ നിങ്ങൾ ക്ഷമിക്കണം. ഭയങ്കര രസം. അത്ര ടോപ്പായിട്ട് കുതിര ഓടിക്കുന്ന ഒരു മലയാളിയെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അൻവർക്കൻ്റെ മോളുണ്ട്, അൻവർ അമീൻ സാഹിബിൻ്റെ, കാരണം അത് പിന്നെ നാഷണൽ ലെവലിൽ ഫസ്റ്റ് കിട്ടിയ ആളാണ്, പെൺകുട്ടി. മലയാളിയായിട്ട് അഷ്റഫിനെ പോലെ കുതിര ഓടിക്കുന്ന ഒരാൾ. കാരണം അവൻ്റെ പരിപാടി കുതിരയെ പഠിപ്പിക്കലാണ്, ഓട്ടം പഠിപ്പിക്കലാണ്. അപ്പം ഞങ്ങളെ ഇടയ്ക്ക് അങ്ങനെ കുതിരയുമായി ബന്ധപ്പെട്ട് അവിടെയൊക്കെ കൂടാറുണ്ട് എന്ന് പറഞ്ഞാൽ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് അവൻ്റെ അടുത്ത് നിന്ന്. അപ്പം അത്ര മനോഹരമായിട്ട് എങ്ങോട്ടും നോക്കാതെ ഒരു പോക്കാണ്. ഇങ്ങനെ കാലുകൾ ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ കുതിച്ചിട്ട് വല്ലാത്തൊരു പോക്കാണ് കുതിരയുടെ പോക്ക്. ലക്ഷ്യസ്ഥാനത്തേക്കുള്ള പോക്കാണ്, ഒന്നിനെയും വകവെക്കാതെയുള്ള പോക്കാണ്. തിരിഞ്ഞു നോക്കാൻ സമയമില്ലാത്തവൻ്റെ പേരാണ് കുതിര. ഹോസ് എന്ന് പറഞ്ഞാൽ അതാണ്. എന്നാൽ ആന നടത്തം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആന നടത്തം ഒന്നിങ്ങനെ നോക്കി എവിടെയാണോ പാപ്പാൻ കൊണ്ടുപോയിട്ട് ഇതാക്കുന്നത്, നിങ്ങൾ കുതിരൻ്റെ ബാക്കിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് തമാശ ചോക്കിയിട്ട് ഒരു കാലിട്ടൊരു അറ്റ തട്ടാണ്, അവൻ പിന്നെ എവിടെ എത്തുകയെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നതിൽ തടസ്സമുണ്ടാകരുത് എന്ന് തീരുമാനിച്ച ജീവിയാണ് കുതിര. ആന അങ്ങനല്ല, പൂരപ്പറമ്പിൽ എല്ലാവരും നോക്കി പിന്നെ അവരൊന്ന് കല്ലെടുത്തെറിഞ്ഞാൽ പിന്നെ ഫുള്ള് ശരിയാക്കി എന്നിട്ടൊക്കെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുള്ളൂ. അപ്പം നമ്മൾ ആന നടത്തം നടക്കരുത്, നമ്മൾ നടക്കേണ്ടത് കുതിരയോട്ടമാണ്. കുതിരയോട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ കുതിരയെപ്പോലെ ആകണം എന്നല്ല പറഞ്ഞത്, അത്ര ജാജ്വല്യമാനമായി ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കണം. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഹായ് മെസ്സേജ് അയക്കാൻ ആളുണ്ടാവും. ഇതെല്ലാവരും ഇങ്ങനെ ആക്കണേ, എല്ലാവർക്കും ഉള്ള പോലെ അങ്ങനൊന്നുമല്ല, ഉണ്ടാകാം, മേ ബി. ആ സമയത്ത് ഹായ് എന്നത് നമ്മുടെ ഇമോഷനിലേക്കുള്ളൊരു ഇരച്ചുകയറ്റമാണ്. മനസ്സിലായോ? ഇന്നെന്തേ എവിടെ പോയി എന്നുള്ള ചോദ്യം ഇമോഷനിലേക്കുള്ള ഇരച്ചുകയറ്റമാണ്. ഡിഗ്നിറ്റിയോട് കൂടി നിർത്താൻ നമുക്ക് പറ്റണം, അപ്പോഴേ ലക്ഷ്യം പൂർത്തിയാവുള്ളൂ. ഞാനൊരു IIT-യിൽ, ചെന്നൈ IIT-യിൽ പോയപ്പോൾ അവിടുത്തെ കുട്ടികളോട് തമാശ ചോദിച്ചു, ഇവിടെ പ്രണയമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. അവർ ഒറ്റയടിക്ക് മറുപടി പറഞ്ഞത് എന്താണെന്ന് അറിയാം, അതിനൊക്കെ ഇവിടെ നേരം എന്നാണ്. 56 പേപ്പറും അതിങ്ങനെ തലയിലേറ്റി നടക്കലും അതിൻ്റെ പ്രൊജക്റ്റും അസൈൻമെൻറ്റിൻ്റെ ഇടയിൽ ഇതുപോലും ഞങ്ങൾ മറന്നു പോവാണ്. സീരിയസ് സ്റ്റുഡൻസാണ്. മരുന്നടിക്കുന്ന ഒരു കുട്ടിക്കും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഡ്രഗ് അടിക്കുന്ന ഒരു കുട്ടിക്ക് IIT പാസ്സാക്കാൻ കഴിയില്ല. കാരണം IIT പാസ്സാക്കണമെങ്കിൽ സ്വബോധമുള്ളൊരു തല വേണം. അതിൻ്റെ എൻട്രൻസ് തന്നെ അപാര ടഫാണ്. നിങ്ങൾക്കറിയാമല്ലോ, JEE തന്നെ അപാര ടഫാണ്. പിന്നെ ആ കോഴ്സ് എത്ര ടഫായിരിക്കും. അതുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് പോകുന്നവർ അതിലേക്ക് തന്നെ പോകൂ. ഏത് വിദ്യാഭ്യാസമായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ക്യാമ്പസുകൾ പോയിട്ടുണ്ട്. ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ്, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്, എല്ലായിടത്തും പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവിടുത്തെ സ്റ്റുഡൻസിനെ കാണുമ്പോൾ അവരൊക്കെ വലിയ ലക്ഷ്യത്തിലൂടെ പോകുന്നത്, ലക്ഷ്യത്തിലൂടെ മാത്രം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ലക്ഷ്യം വെച്ച് നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. നമ്മുടെ ഇന്നലകളിൽ കഴിഞ്ഞു പോയ ഈ ആധുനിക കാലഘട്ടത്തിലെ നേതാക്കന്മാരെല്ലാം, പ്രൈം മിനിസ്റ്റർ ആകട്ടെ വലിയവരാകട്ടെ, അവരൊക്കെ ഇമാതിരി ക്യാമ്പസുകളിൽ പഠിച്ചതാണ്. നെഹ്റു പഠിച്ചത് കാംബ്രിഡ്ജിലാണ്, അല്ലാമ ഇക്ബാൽ പഠിച്ചത് കാംബ്രിഡ്ജിലാണ്, ഈ പറയുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹർ പഠിച്ചത് ഓക്സ്ഫോർഡിലാണ്. ഓക്സ്ഫോർഡാണ് ആദ്യം ഉണ്ടായത്, ഓക്സ്ഫോർഡിലാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളായിട്ടുള്ള ഇന്ദിരാജി പഠിച്ചത് ഓക്സ്ഫോർഡിലാണ്. നമ്മൾ ഈ കേരളത്തിൽ നിന്ന് ആകെ ഒരാൾ മാത്രമേ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ, അത് ഡോക്ടർ KR നാരായണനാണ്. അദ്ദേഹം പഠിച്ചത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണ്. രാഹുൽ ഗാന്ധി പഠിച്ചത് ഹാർവാർഡിലും അതേപോലെ തന്നെ കാംബ്രിഡ്ജിലുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എടുത്ത് ചെക്ക് ചെയ്ത് നോക്ക്. കാരണം അവർ പഠിക്കുന്ന സമയത്ത് ഒരു ലക്ഷ്യമുണ്ട്. ഈ കാണുന്ന ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനെ നയിക്കുക എന്ന ലക്ഷ്യമാണ്. ഈ ഒരു രീതിയിൽ ലോകത്തിലെ ഏറ്റവും ടോപ്പ് റേഞ്ചിലെ വിദ്യാഭ്യാസത്തിൽ എത്തുക എന്നത് നമ്മുടെ ലക്ഷ്യമാണ്. പെൺകുട്ടികൾ ആ സമയത്ത് എന്താക്കരുത്, ഇങ്ങനെ ഒരു മുഷിഞ്ഞ പോലെ നിൽക്കരുത്. പിന്നെ ഇതാ കുട്ടികളൊക്കെ നെക്കാബിട്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ചില കുട്ടികൾക്ക് നെക്കാബൊക്കെ വേണോ വേണ്ട എന്നുള്ള ചർച്ചയുണ്ടാവും. അതൊക്കെ നമ്മുടെ നാട്ടിൽ, അറബ് നാട്ടിൽ പോയാൽ നിങ്ങളത് പറയുമോ? UAE-ലും കണ്ട സൗദിയിലും എല്ലായിടത്തും പോയാൽ അവിടുത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നില്ലേ? വേണോ വേണ്ട എന്നുള്ളതല്ല എൻ്റെ ചർച്ച കേട്ടോ. വേണോ വേണ്ട എന്ന ഫത്വ പറയാൻ വേണ്ടി വന്നതല്ല ഞാൻ. പക്ഷേ ഈ പറയുന്ന കാംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആയിരക്കണക്കിന് കുട്ടികൾ പർദ്ദയണിഞ്ഞുകൊണ്ട് നടക്കുന്നത്. നമ്മുടെ നാട്ടിലല്ലേ ഇതൊക്കെ ചർച്ചയുള്ളൂ. നിങ്ങൾ എൻട്രൻസിന് വേണ്ടിയിട്ട് അകത്തേക്ക് കയറുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ കോപ്പി അടിക്കാൻ? അതിന് നിങ്ങൾ കയ്യൊന്ന് ഉയർത്തി കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഞാനിവിടെ പറയാൻ എനിക്ക് മടിയുണ്ട്, കാരണം നിങ്ങൾ പെൺകുട്ടികൾ മാത്രമാണ്. ഓരോ കുട്ടിയുടെയും മൊത്തത്തിലുള്ള ഡ്രസ്സ് പോലും അഴിച്ചു മാറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ എൻട്രൻസ് ടെസ്റ്റുകൾ മാറി. എന്തുകൊണ്ടെന്നറിയോ? എൻട്രൻസ് ടെസ്റ്റിനെ ഞാൻ മോശമാക്കല്ല, സിസ്റ്റം ശരിയല്ലാത്തത് കൊണ്ട്.
പറയാല്ലാതെ നിവൃത്തിയില്ല. ഇതിനേക്കാളും ടഫസ്റ്റ് ആയിട്ടുള്ള എത്രയോ എൻട്രൻസ് കോച്ചിങ് സെന്ററുകളും എൻട്രൻസ് ടെസ്റ്റുകളും ലോകത്തിൻ്റെ വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റിയിലേക്കുണ്ട്. ഈ പറയുന്ന വലിയ വലിയ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റിനേക്കാൾ അപ്പുറത്തേക്ക് ഓക്സ്ഫോർഡിലേക്കും കാംബ്രിഡ്ജിലേക്കും ടെക്സസിലേക്കും എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കും ഈ പറയുന്ന ഏതിലേക്ക് ഹാർവാർഡ് ബിസിനസ് സ്കൂളിലേക്കും ഈ പറയുന്ന എല്ലാറ്റിലേക്കും വേണം. പക്ഷെ ആ ടെസ്റ്റുകൾക്കൊന്നും ഇങ്ങനെ പരിശോധനയില്ല. എന്തുകൊണ്ടെന്നാൽ അവർ സിസ്റ്റത്തിൽ ഒരുപാട് മുമ്പിലാണ്. കാരണം ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. പിന്നെന്ത് കോപ്പിയടി അവിടെ? ഇവിടെ ഇപ്പോൾ ഈ 300 കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ കമ്പ്യൂട്ടറിലെ ടെസ്റ്റാണ്. അടുത്ത കുട്ടിയുടെ അരികിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും നേരം ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ സൊല്യൂഷൻ കൊടുക്കണം. കാരണം 1 മിനിറ്റ് കഴിഞ്ഞാൽ 1 മിനിറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 മിനിറ്റ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഔട്ടാണ്. സ്ക്രീനിൽ നിന്ന് ചോദ്യം പോകും. പിന്നെ ആർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യും? ആരെടുത്തുനിന്ന് കോപ്പി അടിക്കും? ആകെ 1 മിനിറ്റ് സമയം. സ്പീഡ് ആൻഡ് അക്യുറസി എന്നാണ് അതിന് പറയാം. സ്പീഡ് ആൻഡ് അക്യുറസി. സ്പീഡായിരിക്കണം, അക്യുറേറ്റ് ആയിരിക്കണം. അതാണ് ലോകത്തിലെ ഏറ്റവും നല്ല ആൻസേഴ്സ്. നിങ്ങൾക്ക് 1 മിനിറ്റിൽ കൊടുക്കേണ്ട ആൻസറിന് വൈകുന്നേരം വരെ ഇരുന്നിട്ട് ആൻസർ കൊടുക്കൽ സ്പീഡല്ല, അക്യുറേറ്റ് ആയിരിക്കും ആൻസർ. പക്ഷേ സ്പീഡ് ആൻഡ് അക്യുറസിയാണ് എക്സാമിനേഷൻ. ആ സ്പീഡ് ആൻഡ് അക്യുറസിയിലേക്ക് പോകണമെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യണം നമ്മുടെ ചിന്തകൾ. സ്പീഡ് ആൻഡ് അക്യുറസി ഒരു മനുഷ്യന്റെ കഴിവാണ്. സ്പീഡ് ആൻഡ് അക്യുറസി. ആ സ്പീഡ് ആൻഡ് അക്യുറസി നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളുടെ ടെസ്റ്റിൽ എല്ലാവരുടെ ടെസ്റ്റും വ്യത്യസ്തമാണ്. ഒരാൾക്കും കോപ്പി അടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ കൈ പൊക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്ത്രങ്ങൾ അടിക്കാനോ അവർ പറയില്ല. കാരണം സിസ്റ്റമേ വേറെയാണ്. ലോകത്തിലെ ഏറ്റവും ടോപ്പ് സിസ്റ്റങ്ങൾ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് വേഷവിധാനങ്ങളുമാകാം, എല്ലാ മതക്കാരുമാകാം, എല്ലാവരോടൊപ്പവുമാകാം. പക്ഷേ നമ്മുടേതായൊരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ ടോപ്പ് റേഞ്ച് എഡ്യൂക്കേഷനിലേക്ക് നമ്മൾ എത്തണം. അത് നിങ്ങൾ ലക്ഷ്യം വെച്ചേ പറ്റൂ. അതിലടക്ക് 10ാം ക്ലാസ്സിൽ നിന്ന് ഇന്നാളെ ഞാനൊരു കുട്ടിയെ കൗൺസിലിംഗ് നടത്തുമ്പോൾ, തമാശ പറയല്ലോ കേട്ടോ, കാര്യം പറയാണ്. ആ കുട്ടി 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പോഴേക്കും 9ാമത്തെ കാമുകനാണ്. ഇപ്പം പെൺകുട്ടികളാണ് വലിയ അപകടം. ഇവരല്ല കേട്ടോ, ഇവരൊക്കെ പാവങ്ങളാണ്. ഇവർ നല്ല മക്കളായതുകൊണ്ടല്ല ഒന്ന് ഈ ക്യാമ്പിൽ വന്നിരിക്കുന്നത്. അവർക്ക് തന്നെ ഒരു ചിരി ഉണ്ട്. ഇയാളെന്ത് സൈക്കോളജിസ്റ്റാണ്, നിങ്ങൾക്ക് മേലുള്ളൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ടാട്ടോ. അതുണ്ടെങ്കിലും ഇല്ല എന്ന് പറയലാണ് അതിൻ്റെ ഒരു സൈക്കോളജി. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഒന്ന് ഇളക്കി മാറ്റുന്നുവെങ്കിൽ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പോകും, ഉറപ്പായിട്ടും പോകും. നിങ്ങൾ മെഡിക്കലാണ് ഉദ്ദേശിക്കുന്നത്, ഒരുപാട് പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. പഴയ പോലെ ഒന്നുമല്ല, ഒരുപാട് പഠിക്കാനുണ്ട്. നിങ്ങളെ ബയോ എന്ന് പറയുന്നതിൽ തന്നെ ഒരുപാട്, അതിലെ അനാട്ടമി, അതിലെ സുവോളജി, അതിലെ ബോട്ടണി, ഒരുപാട് മേഖലകൾ നിങ്ങൾക്ക് പഠിക്കാനാണ്. അങ്ങനെ തല കൊടുത്ത് പോകുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് മെഡിക്കൽ കോഴ്സ് ചെയ്യുമ്പോൾ അപ്പുറത്തെ ലാബിൽ അല്ലെങ്കിൽ അപ്പുറത്തെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് ചിലപ്പോൾ അനസ്തേഷ്യക്ക് കൊടുക്കുന്ന മരുന്നുണ്ടാകാം. അതൊരു പക്ഷേ നിങ്ങൾക്ക് പെത്തഡിൻ എന്ന് പറയുന്ന പേരൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടാകാം. അത് തൻ്റെ ഉള്ളിലേക്ക് കയറ്റി അയക്കുന്നതും മയക്കുമരുന്നിൻ്റെ ഒരു ഭാഗമാണ്. ആ ഭാഗത്തിലേക്ക് പോകാതെ മെഡിക്കൽ കോഴ്സ് ചെയ്യാനാണ് നിങ്ങൾ താല്പര്യപ്പെടേണ്ടത്. ഞാനത് പറയുമ്പോൾ എവിടെയൊക്കെയോ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാലും അമീന എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. മുമ്പൊരു സ്പീച്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമീന ഈ പറയുന്ന മലപ്പുറം ജില്ലയിലൊരു കുട്ടിയാണ്. ഒരു സാധാരണ ഉസ്താദിൻ്റെ 4 പെൺമക്കളിൽ ഒരു കുട്ടിയാണ്. ഒരു ഉസ്താദിൻ്റെ മോളാണ്. അധികം സാമ്പത്തികം ഉണ്ടാവില്ലല്ലോ, അറിയാലോ. മാസത്തിൽ ചിലപ്പോൾ 5000-6000 രൂപയായിരിക്കും അദ്ദേഹത്തിൻ്റെ ശമ്പളം. എങ്ങനെ മക്കളെ പഠിപ്പിക്കും? ആ സമയത്താണ് ഇതേപോലെ എനിക്കൊരിക്കലും മെസ്സേജ് വരികയാണ്, സാർ ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. എവിടെയെങ്കിലും സ്പീച്ചൊക്കെ കേട്ടിട്ടുണ്ടാകാം. ഞാൻ പറയുന്നത്, ആ കുട്ടി പിന്നെ അയക്കുന്നത് എന്താണെന്നറിയോ? ഹാർവാർഡ് മെഡിക്കൽ കോളേജിലെ അവൾക്ക് വന്ന ഓഫർ ലെറ്ററാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു പക്ഷേ ആദ്യമായിട്ട് ഹാർവാർഡ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിയുടെ പേരാണ് അമീന മങ്ങാട്ടുചാലിൽ എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എവിടെയോ കേട്ട ഒരു പദം കൊണ്ട് ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെന്നും അത് ലോകത്തിലെ ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജ് ആണെന്നും അതിൻ്റെ എൻട്രൻസ് പാസ്സാകണമെന്നും അവിടെ PGക്ക് എത്തണമെന്നും എന്നോ അവൾ ചിന്തിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാനിത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അമീന ഇപ്പോൾ ഉള്ളത് ഹാർവാർഡ് മെഡിക്കൽ കോളേജിലാണ്. അമേരിക്കയിലെ ഹാർവാർഡ് മെഡിക്കൽ കോളേജിൽ PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഒരു കുട്ടിയാണ്. ഞാൻ പറയുന്നത് ലക്ഷ്യത്തോടു കൂടി പോയാൽ നിങ്ങൾക്കും അമീനമാരാകാം. അപ്പോൾ ഹാർവാർഡ് മെഡിക്കൽ അത് ലോകത്തിലെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന മെഡിക്കൽ ക്യാമ്പസാണ്. US-ലെ ഹവാർഡാണല്ലോ ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയും അവരാണ് അവകാശപ്പെടുന്നത്. അത്തരം ലോകത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് പ്രൗഡാകുന്നത്. അവൾ മിനിയാന്നും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഒരു രക്ഷിതാവിനെ പോലെ പല കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട്.
എനിക്ക് മനസ്സിലായത് എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇവിടെ നിന്ന് എത്ര ദീനിയായിരുന്നു അതിനേക്കാൾ അപ്പുറത്താണ് അവിടെ ആകുമ്പോൾ ദീനിയാകുന്നത്. നമ്മളൊരു വിചാരമുണ്ട്, പുറത്തൊക്കെ പോയാൽ ചിലപ്പോൾ ആകെ കേടുവരുന്നു. പുറത്തേക്ക് പോണ പോലെ പോയാൽ കേടുവരില്ല, അല്ലാതെ പോയാൽ കേടുവരാനുള്ള സാധ്യത കൂടുതലാണ്. ആ പേഴ്സണാലിറ്റി നമ്മൾ എന്തായിരിക്കണം? നമ്മൾ സ്വരൂപിച്ചെടുക്കണം. ആ സ്വരൂപിച്ചെടുക്കണമെങ്കിൽ ലക്ഷ്യസ്ഥാനം നിർണ്ണയിക്കണം. നിങ്ങളിപ്പോൾ ഇവിടെ ഞാൻ ഡോക്ടേഴ്സിനെ കുറിച്ച് ചോദിച്ചു. ആരൊക്കെ IIT-യിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്? പ്ലീസ് റൈസ്. സമയമില്ലാത്തതുകൊണ്ട് വേഗം ചോദിച്ചു പോവാൻ. ഒന്ന് കൈപൊക്കിയാട്ടെ. നിങ്ങൾ IIT-യിൽ എത്തണം. പക്ഷെ IIT-യിൽ എത്തുമ്പോൾ എങ്ങനെയെങ്കിലുള്ള കുട്ടികളാകരുത്. എങ്ങനെയുള്ള കുട്ടികളാകരുത്? നിങ്ങൾ കണ്ടില്ലേ, പർദ്ദ അഴിച്ചു വെക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നാലെ ആളുകൾ കൂടിയപ്പോൾ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് തൻ്റെതായ വചനങ്ങൾ പറഞ്ഞ പെൺകുട്ടിയെ, ആ പെൺകുട്ടിയെ പോലെ മൂല്യമുള്ള കുട്ടിയായി എൻ്റെ രാജ്യത്ത് ഏത് രീതിയിലുള്ള വേഷത്തിലും ധരിക്കാൻ എൻ്റെ ഭരണഘടന പറയുമ്പോൾ ആ ഭരണഘടനക്കനുസരിച്ച് ഞാൻ പോകുമെന്ന് അതിശക്തമായി പറയാനുള്ള ഒരു ചോദ്യം കൂടി നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകണം. ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ആ തലയിലേക്ക് അടിച്ചു കയറ്റുന്നതിൻ്റെ പേരല്ല വിദ്യാർത്ഥിത്വം. പകരം 1000 ആളുകൾക്കിടയിൽ നിന്ന് ഒരു കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ 1000 കുട്ടികളെ വഷളാക്കുന്നവന്റെ നേരെ ഒരു ചോദ്യമെങ്കിലും ചോദിക്കുന്നവന്റെ പേരാണ് വിദ്യാർത്ഥിനി എന്ന് നമ്മൾ തിരിച്ചറിയണം. ചോദ്യം ചോദിക്കുന്നവന്റെ പേരാണ് വിദ്യാർത്ഥിനി. അല്ലാതെ വെറും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ വേണ്ടി കുറെ തിയറികൾ തലയിലേക്ക് അടിച്ചു കയറ്റുന്നവരല്ല. ആ ചോദ്യം നിങ്ങൾ ഉശിരോടെ ചോദിക്കണം. ഇപ്പോൾ വാപ്പാനോടാണ്. നിങ്ങളെന്ന വാപ്പ എനിക്ക് എന്തുണ്ടാക്കി തന്നത്? എന്നിട്ട് തന്ത വൈബ് എന്ന് പറയുന്ന സാധുവിനെ നിങ്ങൾ വിളിക്കുന്നു. നിങ്ങൾക്കറിയോ, ഏകദേശം നിങ്ങളുടെ ജനന ദിവസം ഒന്ന് ആലോചിച്ച് നോക്കുക. അന്നത്തെ ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? വാപ്പനോട് നിങ്ങൾ ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? ആ സാധുവിൻ്റെ കയ്യിൽ അന്നൊരു പക്ഷേ കരുതലോടെ പണമുണ്ടാകില്ല. കാരണം ആശുപത്രിയിൽ ഒരുപാട് പൈസ അടക്കണം. നിങ്ങളുടെ ഉമ്മ ലേബർ റൂമിലായിരുന്നു. അവിടെ കിടന്ന് വിലപിക്കുകയാണ്, കരയുകയാണ്. സന്തോഷത്തോടു കൂടിയുള്ളൊരു കരച്ചിലും കൂടിയാണ്. പക്ഷേ ആ സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട വല്യുമ്മ അല്ലെങ്കിൽ വല്യപ്പ ലേബർ റൂമിൻ്റെ പുറത്ത് നിന്നിട്ട് പ്രാർത്ഥനയിലായിരുന്നു. നിങ്ങൾ ജന്മമെടുക്കാൻ പോവാണ്. ഈ ഇരിക്കുന്ന ഓരോ കുട്ടികളും ജന്മമെടുക്കാൻ പോവാണ്. ആ സമയത്ത് കുട്ടി ജനിച്ചു. ഒരു കരച്ചിൽ കേട്ടു, നിങ്ങളുടെ കരച്ചിൽ. ആ കരച്ചിൽ കേട്ടപാടെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ പിതാവിൻ്റെ മനസ്സെന്തായിരിക്കുന്നു? ഞാനൊരു പിതാവായിട്ട് നിങ്ങളോട് പറയാം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സന്തോഷത്തിൻ്റെ അങ്ങേ തല അങ്ങോട്ടോടണോ ഇങ്ങോട്ടോടണോ ഒന്നും അറിയില്ല. കുട്ടിയെ കണ്ടിട്ടില്ല. കറുത്തവളാണോ വെളുത്തവളാണോ എന്ന് കണ്ടിട്ടില്ല. ഒന്നും കണ്ടിട്ടില്ല. ആ കുട്ടിക്ക് കാലുണ്ടോ കൈയുണ്ടോ, ഓട്ടിസം ബാധിച്ച കുട്ടിയാണോ ഒന്നും അറിയില്ല. ആ കുട്ടിയെ സിസ്റ്റേഴ്സ് കുളിപ്പിച്ചിട്ട് കയ്യിലേക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് ഒരു മുത്തം കൊടുക്കലുണ്ട്. ആ മുത്തം കൊടുക്കുന്ന സമയത്തുള്ളൊരു സന്തോഷമുണ്ടല്ലോ, അതിന് പകരം വെക്കാൻ ഒരാണിനെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിലൊരു സന്തോഷമില്ല. എന്നിട്ടും നിങ്ങൾ വിളിക്കുന്നു തന്ത വൈബ് എന്ന്. എന്നിട്ടും നിങ്ങൾ വിളിക്കുന്നു അതിനെ തന്ത വൈബെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ തന്ത വൈബെന്ന് വിളിക്കാം. തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്തിട്ട് ആദ്യം കൊടുത്ത മുത്തത്തിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ തന്ത വൈബെന്ന് വിളിക്കാം. പക്ഷേ ലോകം ഒരിക്കലും നിങ്ങൾക്ക് പുറത്തു തരില്ല, ചരിത്രം നിങ്ങൾക്ക് പുറത്തു തരില്ല. ഞാൻ നിങ്ങളോടല്ല പറഞ്ഞു കേട്ടോ, ആധുനിക കാലത്തോട് പറയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ, എന്നാൽ നിങ്ങൾ കണ്ടില്ലേ CA പാസ്സായിട്ടൊരു പെൺകുട്ടി. CA എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടഫാണ് പാസ്സാവാൻ. ACCA CMA CS ഒക്കെ ഉണ്ട്. പക്ഷെ അതിലേറ്റവും ടഫാണ് CA. കാരണം അതൊരു പാറ്റേൺ ആണ്. 9 പേപ്പറുണ്ട്. 9 പേപ്പറിൻ്റെ പാറ്റേൺസാണ്. ഒന്ന് തോറ്റാൽ എല്ലാ പേപ്പറും പോയി. 8-9 പേപ്പറിൻ്റെ പാറ്റേൺസാണ്. ഒന്ന് പോയാൽ എല്ലാം പോയി. CA അത്രക്കും ടഫാണ്. അത് പാസ്സായിട്ട് ഓടുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ഏതൊരു സ്പീച്ചിൽ അറിയാണ്ട് സിവിൽ സർവീസ് എന്ന് പറഞ്ഞു പോയിരുന്നു. എൻ്റെ വായിൽ നിന്ന് വന്നതാണ്, തിരുത്തി പറയുന്നു. CA അത് പാസ്സായ ഉടനെ തന്നെ പുറത്തേക്ക് ഓടുകയാണ്. പുറത്തേക്ക് ഓടുന്ന സമയത്ത് അച്ഛനെ തിരയുന്ന ഈ മോള് അച്ഛനെവിടെ എന്നതാണ്. അതയച്ചു ആദ്യം അവൻ്റെ ജ്യേഷ്ഠൻ്റെ അക്കൗണ്ടിലേക്ക്. ജ്യേഷ്ഠനെ മാനിച്ചു. എന്നിട്ട് ജ്യേഷ്ഠനോട് വിളിച്ചു പറഞ്ഞു ഇത് ഉമ്മൻ്റെ കയ്യിൽ കൊടുക്കണം. ഉമ്മനെ മാനിച്ചു. എന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു ഉപ്പാൻ്റെ കയ്യിൽ കൊടുക്കണം. മനസ്സിലായോ പറഞ്ഞത്? രസകരമായൊരു പ്രോസസ്സിങ്. ഇന്നവൻ വീണ്ടും UK പോവാണ്. ആ സമയത്താണ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് അവന് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. ആദ്യത്തെ ശമ്പളം ജ്യേഷ്ഠൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവൻ്റെ കൂടെ നടന്ന, എപ്പോഴും ബൈക്കുമ്പോൾ രണ്ടാളും ഒന്നിച്ചാൽ പോവുക. കൂടെ നടന്ന ജ്യേഷ്ഠനെ മാനിച്ചു ആദ്യം. എന്നിട്ട് ജ്യേഷ്ഠനോട് വിളിച്ചു പറഞ്ഞത് ഉമ്മൻ്റെ അടുത്ത് കൊടുത്തേക്ക്. ഉമ്മൻ്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ഉമ്മ, ഞാൻ എൻ്റെ മോനെ പറ്റി പറയല്ല, നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആവട്ടെ, ഈ മക്കളൊക്കെ ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയാണ്.
ഇതൊരു ചെറിയ പ്രോസസ്സായിട്ട് നിങ്ങൾക്ക് തോന്നും. ജീവിതത്തിലെ ആദ്യത്തെ സാലറിയാണ്. ഇതങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം ഉണ്ടാവാം. ഞാൻ കോഴിക്കോട്ടുകാരനായ ഒരു കുട്ടിയെ പറ്റി പറയുന്നു ഏതൊരു സ്പീച്ചിൽ. എൻജിനീയറിങ്ങിന് പഠിത്തം ബിടെക്, ആ കുട്ടീനെ അറിയാം. ബിടെക്കിൽ പഠിച്ച് ഒന്നാമത്തെ സാലറി കിട്ടി, മീൻസ് സാലറി അവന് ശമ്പളം കിട്ടി. ആ ശമ്പളം കിട്ടിയിട്ട് അത് നേരെ ഉമ്മൻ്റെ അടുത്ത് കൊടുത്തു. എന്നിട്ട് ഉമ്മനോട് പറഞ്ഞു ഇപ്പൻ്റെ അടുത്ത് കൊടുത്തേക്കുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു മോനെ നീ തന്നെ കൊടുക്കുക, വലിയ സന്തോഷമാവും നീ നേരിട്ട് കൊടുത്താലെന്ന്. അപ്പോൾ കുട്ടി എന്നല്ല നിങ്ങൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. വാപ്പക്ക് നിങ്ങൾ കൊടുത്താൽ മതിയെന്ന്. കോഴിക്കോട്ടുകാരനാണ് ആ മോന്. അപ്പോൾ പറഞ്ഞു അല്ല ഉമ്മനെ കൊടുത്തേക്കുന്നത്. എന്താടാ നിനക്ക് കൊടുത്താൽ ഉമ്മയും മക്കളും കൂടി ഉണ്ടാവുമല്ലോ, അങ്ങനെ സംഭാഷണം. അപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എല്ലാ ദിവസവും മിഠായിക്ക് വേണ്ടി പൈസ തരുമ്പോൾ, ഫീസിന് പൈസ തരുമ്പോൾ, മറ്റുള്ളതൊക്കെ തരുമ്പോൾ ഉപ്പയുടെ കൈ മുകളിലും എൻ്റെ കൈ താഴെയുമാണ് ഉണ്ടാവുക. ഇന്നെൻ്റെ ശമ്പളം ഞാൻ തിരിച്ച് ഉപ്പക്ക് കൊടുക്കുമ്പോൾ എൻ്റെ കൈ മുകളിലായി പോകും, എൻ്റെ ഉപ്പാൻ്റെ കൈ താഴെയായി പോകും. ആ കുട്ടിക്ക് കൊടുക്കും ഒരു ബിഗ് സല്യൂട്ട്. ആ കുട്ടിക്ക് കൊടുക്കണം നമ്മളൊരു ബിഗ് സല്യൂട്ട്. ഒരു പിതാവിനെ ആദരിക്കൽ എങ്ങനെയാണെന്ന്, ആ ആദരവിൽ നിന്നാണ് നമ്മൾ ഇന്ന് തന്തവൈബെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട, പ്രയാസപ്പെട്ട, ഇതൊക്കെ നിങ്ങൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോഴും എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിയുടെയെങ്കിലും പിതാവ് സാമ്പത്തികപരമായ പ്രയാസം കൊണ്ട് നെട്ടോട്ടമോടുന്നുണ്ടാകും ഈ നട്ടുച്ചക്കും. ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെ ഇതാണ് നമ്മുടെ പിതാവ്. ആ പിതാക്കന്മാരെ അകറ്റിക്കൊണ്ടല്ല നമുക്ക് ജീവിതം ഉണ്ടാകേണ്ടത്. ആ പിതാവിനെ നെഞ്ചത്ത് ചേർത്തുകൊണ്ടാണ്. ഉയരുംതോറും പിതാവിനെയും ഉയർത്താൻ വേണ്ടിയിട്ട് വലിയ ഒരു തോന്നലുണ്ടാകുമ്പോഴാണ് നമ്മളാകുന്നത്. ഇതേപോലെ മാതാവ് ഈ ജീവിതത്തിൽ നമ്മൾ ശമ്പളം കൊടുത്താലും തീരാത്ത ഒരാളാണ് മാതാവ് എന്ന് പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കും നിങ്ങളൊക്കെ ചിലപ്പോൾ നേരം വെളുത്ത് സുബഹിസ്കരിച്ച് ഒരൊറ്റക്ക് എടുക്കലാണ്. നിങ്ങളെങ്ങനെ നിനക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് രാവിലെ 9 മണിക്ക് വെക്കേഷനായ പിന്നെ പറയും വേണ്ട. ഉമ്മ അപ്പോഴേക്ക് ചായ ഉണ്ടാക്കി, പുട്ടുണ്ടാക്കി, എന്നിട്ട് ആ പുട്ടൊക്കെ കടലൊക്കെ ഉണ്ടാക്കിയാണ്. ഇന്നിപ്പോൾ പുട്ടേ ഉണ്ടാക്കി. ഇതപ്പം നമുക്ക് ചോദിക്കാനുള്ളത്. ഇടങ്ങേറായിട്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും. എല്ലാ മെനുവും നമ്മൾ എന്താക്കണം? കഴിക്കണം. ഉമ്മ ഉണ്ടാക്കി തരുന്ന എല്ലാ മെനുവും. ഞാനൊരു ഇതുണ്ടായിട്ട് പറയല്ല, ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പ് കോഫി നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോ, സ്റ്റാർബക്സിൻ്റെ കോഫിയാണ്. വലിയ വില ഉണ്ട് അതിന്. സാധാരണ 200 രൂപ മുതൽ അങ്ങോട്ട് 15,000 രൂപേൻ്റെ കോഫി എന്നൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത്രയും ടോപ്പ് റേഞ്ചിലുള്ള കോഫി ഉണ്ട് അവരുടെ കയ്യിൽ. പക്ഷേ ഞാനിപ്പോഴും മനസ്സിലാക്കുന്നു, എനിക്ക് കുറേ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർ സ്റ്റാർബക്സൊക്കെ കുടിപ്പിക്കാറുണ്ട്. ഈ 15,000-ൻ്റെതല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ കുടിപ്പിക്കലുണ്ട്. പക്ഷെ ഞാൻ ഇന്നും സ്നേഹിക്കുന്ന എൻ്റെ കോഫി, അല്ലെങ്കിൽ ഞാൻ ഇന്നും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, പാവം 15 വർഷം മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു. സ്കൂൾ വിട്ടു വരുന്ന സമയത്തും കോളേജ് വിട്ടു വരുന്ന സമയത്തൊക്കെ ഉമ്മ ഉണ്ടാക്കുന്നൊരു ചായയുണ്ട്, അരിമണി വറുത്തതും ചായയും. അങ്ങക്കത് അത്ര പരിചയം ഉണ്ടാവില്ല. അരി വറുത്തിട്ട് അതിൽ തേങ്ങ ഇട്ടിട്ടൊരു സുന്ദരമായൊരു കോഫിയുണ്ട്. ആ ചായയുടെ അപ്പുറത്തേക്ക് ഒരു സ്റ്റാർബക്സിൻ്റെ കോഫിയുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത് ഉമ്മയുടെ സ്നേഹമുണ്ട്, ഉമ്മയുടെ കാത്തിരിപ്പുണ്ട്, ഉമ്മയുടേതായ ഒരുപാട് മോഹങ്ങളുണ്ട്. അതാണ് ആ ചായയുടെ പ്രത്യേകത. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഓരോരുത്തരും സ്വന്തം മാതാപിതാക്കളെ മുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കണം അങ്ങനെ ചെയ്യേണ്ടത്. മാതാപിതാക്കളെ ഈ രംഗം വേണമെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തോളൂ. എപ്പോഴോ ഞാൻ സൂചിപ്പിച്ചിട്ട് നിങ്ങൾ കേട്ടതാകാം. പക്ഷെ എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്ത ഒരു രംഗം, 2000 കുട്ടികൾക്ക് കൊടുക്കുന്ന അവാർഡ് ദാനം. എല്ലാവർക്കും കിട്ടിയത് A+. ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടി പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ 3000 രൂപ തരാമെന്ന് പറയുകയും ചെയ്തു. 3000 രൂപ എന്ന് കേട്ടപ്പോൾ 2000 കുട്ടികൾ, ഇതിപ്പോൾ 300 കുട്ടികളല്ലേ ഉള്ളൂ, 2000 കുട്ടികളും A+കാരാണ്. കംപ്ലീറ്റ് A+. കാരണം മലപ്പുറം ജില്ലയിലെ A+കാരെ ആദരിക്കുന്ന ചടങ്ങാണ്. മിനിസ്റ്ററുണ്ട്, അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് പോയി. അത് കഴിഞ്ഞാൽ എൻ്റെ സംസാരമാണ്, കരിയറിനെ കുറിച്ചുള്ള സംസാരമാണ്. ചോദ്യം ചോദിച്ചപ്പോൾ ഒരു മഞ്ഞ ചുരിദാറുകാരി ഇടത് ഭാഗത്ത് നിന്ന് എഴുന്നേറ്റ് എന്നിട്ട് എന്നോട് പറഞ്ഞു, അല്ല സർ ഞാൻ പറയാം. അപ്പം എനിക്ക് ഉറപ്പാണ് അവൾ പറയില്ല എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര ടഫ് ക്വസ്റ്റ്യനാണ്, ഭയങ്കര ലോജിക്കൽ ക്വസ്റ്റ്യനായിരുന്നു. അവളങ്ങോട്ട് പറഞ്ഞ് 3 മിനിറ്റായിട്ടും ആൻസറിൻ്റെ അടുത്തേക്ക് എത്തിയില്ല. ഞാൻ പറഞ്ഞു ഇനി മോളെ ഇരിക്കുമെന്ന് പറഞ്ഞു. ബാക്കി 2000 ആൾക്കാർ കാത്തിക്കല്ലേ, ഇരിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ കുട്ടി ഇരുന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് തോന്നി നമ്മൾ വഷളായി പോവുക. മോളെ ഇരിക്കുന്നതാണ്. ഞാൻ ഇരിക്കില്ല സാർ, എനിക്ക് ആൻസർ പറയണമെന്ന് പറഞ്ഞു. അത് റിക്വസ്റ്റ് അല്ല, ആ കുട്ടിയുടെ കമാൻഡ്. ഞാൻ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ട് സർ 1 മിനിറ്റ് കൂടി
1 മിനിറ്റ് കൂടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കാൻ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ പറയാന്ന് പറഞ്ഞു. ഒരു 2 മിനിറ്റും കൂടി കഴിഞ്ഞപ്പോൾ ആ കുട്ടി കണ്ടിന് ആൻസർ ഒരു പറയലാണ്. എല്ലാവരും ക്ലാപ്പ് അടിക്കുന്നു. കുട്ടി വരുന്നു, 3000 രൂപ കൊടുക്കുന്നു. ആ 3000 വാങ്ങിക്കുന്ന സമയത്ത് കുട്ടിയുടെ കൈകൾ ഇങ്ങനെ വിറക്കുന്നുണ്ട്, കണ്ണിങ്ങനെ ഒലിക്കുന്നുണ്ട്. ഞാനിങ്ങനെ വിചാരിച്ചു, കൈ വറക്കാനും കണ്ണൊലിക്കാനുള്ള സമ്പത്തൊന്നുമല്ലല്ലോ ഇപ്പോൾ 3000 റുപ്യ എന്ന് പറഞ്ഞാൽ. ഞാൻ പത്രക്കാരന് മാധ്യമ പത്രത്തിൻ്റെ പരിപാടിയാണ്. പത്രക്കാരോട് ഞാൻ പറഞ്ഞു, മോളെ പിന്നെ നിങ്ങൾ ആ മോളെ വിളിക്കണം പരിപാടി കഴിഞ്ഞിട്ട് വന്ന്. ആ പരിപാടി കഴിഞ്ഞിട്ട് ആ കുട്ടി വന്നു സ്റ്റേജിലേക്ക്. ഞാൻ പേര് ചോദിച്ചു, അശ്വിനി. കുട്ടിയുടെ പേര് അശ്വിനി എന്നാണ്. അയച്ചു, മോളെ ഞാൻ നിനക്ക് 3000 രൂപ അല്ലേ തന്നത്, 3 ലക്ഷം രൂപ ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞ വാക്കെന്താണെന്നറിയോ? കൈ ഇങ്ങനെ കൂപ്പിയിട്ട് എന്നോട് പറ. ആ രംഗപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. സർ, എൻ്റെ അച്ഛനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. എൻ്റെ അച്ഛനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. കഴിഞ്ഞ മാസത്തിൽ ആക്സിഡൻ്റ് പറ്റി ഫുള്ളി കിടപ്പിലാണ്. ആ കിടക്കുന്ന ആ മനുഷ്യന് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ പോലും പൈസ ഇല്ല സാർ. അവിടെ എങ്ങനെങ്കിലും ഇതിൻ്റെ ഉത്തരം പറഞ്ഞിട്ട് വേണം എനിക്ക് മരുന്നുമായിട്ട് ചെല്ലാൻ. ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. സർ 1 മിനിറ്റ് കൂടി എന്ന് വിരൽ ചൂണ്ടി പറയുന്നത് ആൻസർ കിട്ടിയിട്ടൊന്നുമല്ല. മോളെ മരുന്നിന് പൈസയില്ല എന്ന് പറയുന്ന അച്ഛൻ്റെ മനോമുകുരം, അല്ലെങ്കിൽ ആ മുഖം തൻ്റെ മനോമുകുരത്തിൽ വന്നതുകൊണ്ടാണ്, തൻ്റെ മനസ്സിൽ പതിഞ്ഞതുകൊണ്ടാണ്. ഞാൻ പറയുന്നു, മാതാപിതാക്കളോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടായാൽ നിങ്ങളുടെ എക്സ്ട്രാ ബ്രെയിൻ വർക്ക് ചെയ്യും. ഉറപ്പിച്ചോ നിങ്ങൾ. എക്സ്ട്രാ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു ബ്രെയിൻ ഉണ്ട്. അത് മനുഷ്യൻ ഉപയോഗിക്കുന്നത് വ്യത്യസ്ത തലങ്ങളിലാണ്. ചില ബിസിനസ്സുകാർ എക്സ്ട്രാ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് അപാരമായി കയറുന്നു. ചില വിദ്യാർത്ഥികൾ എക്സ്ട്രാ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് അപാരമായി കയറുന്നു. ചില സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ എക്സ്ട്രാ ബ്രെയിൻ ഉപയോഗിച്ചിട്ട്, ചില സൈക്കോളജിസ്റ്റുകൾ എക്സ്ട്രാ ബ്രെയിൻ ഉപയോഗിച്ചിട്ട്. എക്സ്ട്രാ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ദൈവം നമുക്ക് തരേണ്ടതാണ്, പടച്ചവൻ നമുക്ക് തരേണ്ടതാണ്. അതിൻ്റെ വഴികളാണ് മാതാപിതാക്കളും സമൂഹവും. അവരുടെ വേദനകൾക്കനുസരിച്ച് നിന്നാൽ, അവരുടെ വേദന നമ്മുടെ വേദനയായി മാറിയാൽ എക്സ്ട്രാ ബ്രെയിൻ നമുക്ക് കിട്ടും. പടച്ചവൻ നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റാണത്, ഒരു സമ്മാനമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ആദ്യം ചെയ്യേണ്ടത് ആ ലക്ഷ്യം പൂർത്തീകരിക്കലാണ്. രണ്ടാമത്തത്, സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കാം, രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഈ കാലത്ത് നിങ്ങൾ വായിക്കൂ. ഈ കോട്ടക്കലങ്ങാടിയിൽ, പുത്തനത്താണി അങ്ങാടിയിൽ, അല്ലെങ്കിൽ വളാഞ്ചേരിയിൽ, നിങ്ങൾ എവിടെ നിന്നൊക്കെയാണോ വരുന്നത്, ഈ ജില്ലയുടെ വ്യത്യസ്ത ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മറുപ്രദേശത്തു നിന്ന് വരുന്നതാണെങ്കിലും, നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെ കേടുപാടാക്കാനുള്ള ഒരുപാട് മേഖലകൾ സജീവമാണ്, സജ്ജമാണ്. ഇത് വെറും പ്രസംഗത്തിന് വേണ്ടി പറയല്ല. ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് 100-ലേറെ ആളുകളുടെ കോൾസും കരച്ചിലും വരുന്ന ഒരു ഫോണാണിത്. 100-ലേറെ ഓരോരുത്തരും മെസ്സേജ് അയച്ചിട്ട് കേൾക്കാൻ പോലും സമയമില്ല ഇപ്പോൾ നമുക്ക്. അത്രമാത്രം കുട്ടികളെ കൊണ്ട് വിഷമിച്ചിട്ട് കരയുന്ന മാതാപിതാക്കളുടെ വല്ലാത്ത ആർത്തനാദങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. ആർത്തനാദങ്ങൾ. എന്ത് സംഭവിക്കുന്നു നമുക്ക് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതിൻ്റെ കാരണക്കാരാരാണ് നോക്കിയിട്ടുണ്ടോ? കാരണം നമ്മുടെ മെൻറ്റാലിറ്റി മാറുന്നു. നമ്മളിപ്പോൾ നേരത്തെ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് താടിയിൽ കൈവെക്കാൻ പറഞ്ഞിട്ട് നെറ്റിയിൽ കൈവച്ചതുപോലെ നമ്മൾ അറിയാണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ അറിയുന്നില്ല. അറിയാണ്ട് നമ്മൾ മാറുന്നു. എങ്ങനെ ഈ അറിയാണ്ട മാറ്റം? നിങ്ങളെ ആദ്യം കൊടുക്കാൻ പ്രത്യേകിച്ച് ഒരു പണിയുമില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുവെങ്കിൽ, ഞങ്ങളതൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നല്ലത്. ലിപ്സ്റ്റിക്കിൽ പോലും മയക്കുമരുന്നിൻ്റെ അംശമുള്ള ലിപ്സ്റ്റിക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കൗൺസിലിങ്ങിൽ മനസ്സിലാക്കിയതാണ്. ഐ ഡ്രോപ്സ് കണ്ണിലേക്ക് ഉറ്റിച്ചാൽ ഇതേപോലെ തന്നെ മത്തുപിടിക്കുന്ന ഐ ഡ്രോപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ആൺകുട്ടിയെ കൗൺസിലിംഗ് നടത്തുന്ന സമയത്ത് MDMA പോലുള്ളത് അടിച്ചാൽ കണ്ണ് ചുവക്കുന്നത് കൊണ്ട് ചുവക്കാതിരിക്കാനുള്ള ഐ ഡ്രോപ്പും ഇറങ്ങിയിട്ടുണ്ട്. ആളുകൾക്ക് ബോധ്യപ്പെടാതിരിക്കാനുള്ള ഇങ്ങനെ ഒരുപാട് മേഖലകളാണ്. സ്റ്റാമ്പ് പോലെ വേറെ, ഇഞ്ചക്ഷൻ പോലെ വേറെ. ഇപ്പം ഏറ്റവും കൂടുതലായി ആ മേഖലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് മടിയുണ്ട് പറയാൻ, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറഞ്ഞോട്ടെ, പെൺകുട്ടികളാണ്. കാരണം എന്താണെന്നറിയോ? പെട്ടെന്ന് ഇമോഷണൽ കുഴിയിൽ വീഴൽ നിങ്ങളാണ്. ആൺകുട്ടികൾ ഒരു പക്ഷേ കുറച്ച് ചിന്തിക്കും. തീരെ ചിന്തിക്കാതെ പോകുന്ന ആൺകുട്ടികളുണ്ട്. അവർ ചിലക്കും സത്യത്തിൽ പെൺകുട്ടികളുടെ മനസ്സുള്ളവരെന്നാണ്. ബുദ്ധിയുള്ള ആൾക്കാരൊന്നും പെട്ടെന്ന് പ്രണയത്തിൽ കുടുങ്ങൂല കേട്ടോ. അതിനെപ്പറ്റി പറയുന്നില്ല. കാരണം നിങ്ങളുടെ തന്നെ ഒരു പരിപാടിക്ക് കുറേ കാലം മുമ്പ് യൂട്യൂബിലൂടെ കിടക്കുന്നുണ്ടത്. അന്ന് ദിലീപ് മഞ്ജു വാര്യരൊന്നും പിരിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പൊക്കെ ഒരു സമാധാനമായി.
അല്ല, അവർ പിരിഞ്ഞതുകൊണ്ടുള്ള സമാധാനമല്ല കേട്ടോ. ദിലീപും മഞ്ജു വാര്യരും അടുത്ത് തന്നെ പിരിയുമെന്നും അദ്ദേഹം കാവ്യമാധവനെ വിവാഹം കഴിക്കുന്നൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ രണ്ടെല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഇയാളെന്താ ഒരു പിന്നെ സിക്സ്ത് സെൻസ് ഉള്ള ആളാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അങ്ങനൊന്നുമല്ല. നമ്മളിങ്ങനെ റീഡിങ് നടത്തുമ്പോൾ എവിടെയും വരാത്തതും സോഷ്യൽ റീഡിങ് നടത്തുമ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടും. അതിനാണ് സോഷ്യൽ റീഡിങ് എന്ന് പറയുന്നത്. സാമൂഹ്യ വായന, സമൂഹത്തെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇതേപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ അറിയാണ്ട് ട്രാക്ക് തെറ്റുന്നു. ആ തെറ്റലിൽ ശ്രദ്ധിക്കണേ. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ പച്ച പാവങ്ങളാവരുത്. നാളെ ഞാനൊരു ഒരു പരിപാടി പങ്കെടുത്ത് 3 പെൺകുട്ടികളെല്ലാം മഫ്തൊക്കെ ഇട്ടിട്ട് പെരും കരാട്ട. അവരടുത്തേക്ക് ഒരു മനുഷ്യനെടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ നോക്കുമ്പോൾ കേരളത്തിൽ നിന്നും ഇന്ത്യ എന്നൊക്കെ ഫസ്റ്റ് കിട്ടിയ കുട്ടികളാണ്. നല്ല രസമായിട്ട് ചെറിയ മക്കൾ. അവരടുത്തേക്ക് 3-4 ആൾക്കാർ ചെല്ലേണ്ട കാര്യമില്ല. അടിച്ച് തൂഫാനാക്കി ഒരു വൈക്കൊക്കെ ആക്കും. ഞാൻ പറയാം, നിങ്ങൾ ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക്, നിങ്ങൾ കരാട്ടക്ക് പോകണം എന്നെല്ലാം പറഞ്ഞത്, പക്ഷെ ഒരു കരാട്ടക്കാരൻ്റെ മെൻറ്റാലിറ്റി ഉണ്ടാവണം. ഡയർ ടു സേ നോ. നോ പറയാനുള്ള ഒരു ധൈര്യം നിങ്ങൾ കാണിക്കണം. ഡയർ ടു സേ നോ. കാരണം നിങ്ങൾ കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്, ഖുർആൻ പറഞ്ഞ വാക്കതാണ്. നിങ്ങൾ ഉത്തമ സമൂഹമാണ്. ആ ഉത്തമ സമൂഹമായതുകൊണ്ട് നിങ്ങൾ ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടതാണ്. യു ആർ ലീഡേഴ്സ്. ലീഡേഴ്സ് എങ്ങനെയെങ്കിലും പോകേണ്ടവരല്ല, ഫോളോവേഴ്സിനെ പോലെ പോകേണ്ടവരല്ല. ഇപ്പം എല്ലായിടത്തും എന്താണ്, ഇങ്ങനെ ഫോൺ എടുക്കുക, ഹായ് ബ്രോ ബായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആക്കുകയാണ്. അതിലൊന്നും ഞാൻ കുറ്റം പറയല്ല, ഞാൻ അതിനെ മോശമാക്കിയല്ല. കാരണം ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ് അതിനൊക്കെ മോശമാക്കിയാൽ. ഒരു കണ്ടന്റും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഏതായാലും നമുക്ക് അഭിമാനിക്കാം. എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ അങ്ങനെ പറയാമെന്ന് വിചാരിക്കരുത്, നിങ്ങൾക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ട് പറയാം. അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഇപ്പോൾ അജ്ബദിന് ഇവർക്കൊക്കെ അറിയാം, ഞാൻ 56 രാജ്യത്ത് പോയിട്ടുണ്ട്. ഒരൊറ്റ രാജ്യത്ത് പോയ വീഡിയോ ഇങ്ങനെ നിങ്ങൾ ഞാനിപ്പോൾ ഇന്നിടത്താണെന്ന് പറഞ്ഞ ഒരൊറ്റ നിങ്ങൾ കാണൂല. ഒരു രാജ്യത്ത് പോയാൽ 56 വീഡിയോ ചെയ്യുന്ന കാലാണത്. 560 ചെയ്യണവരുണ്ട്. മനസ്സിലായോ? പക്ഷേ എൻ്റെ പഴയ കാല കൂട്ടുകാരനെ മനോരമയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഷബീർ, എനിക്കറിയാം. എന്താ വെച്ചിട്ട് നമ്മളൊരിക്കലും ഇങ്ങനെ ആയിക്കൊണ്ട് പരിപാടി. പിന്നെ അൽഹിന്ദിൻ്റെ കൂടെ ഞാൻ പോയിട്ട് അൽഹിന്ദിയിലിട്ട കുറേ വീഡിയോസ് ഉണ്ട്. അൽഹിന്ദ് ട്രാവൽസ് ഇട്ടത്. നമ്മൾ യൂറോപ്പിലൊക്കെ പോയപ്പോൾ, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, നെതർലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, ആ ഭാഗത്തൊക്കെ പോയപ്പോൾ അവരിട്ട വീഡിയോസ് ഉണ്ടെന്നല്ലാതെ ഞാനൊരിക്കലും അവിടെ ടിറ്റ്ലിസ് പർവ്വതത്തിൻ്റെ മേലെ കയറി ഞാനിപ്പോൾ ആ ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞിൻ്റെ മുകളിലാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ എന്നെ വാഴ്ത്തല്ല കേട്ടോ. അങ്ങനെ ഇടലൊന്നും അല്ലടോ ജീവിതം എന്ന് പറഞ്ഞാൽ. ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വലിയൊരു മീനുണ്ട് കൊണ്ടുവന്ന് അതിനിട്ടുങ്ങാണ്ട് കുടുംബ ഗ്രൂപ്പ് കണ്ടിടലല്ല. കാരണം കുടുംബ ഗ്രൂപ്പിൽ ഇത് കഴിക്കാൻ പറ്റാത്ത പാവം കുറേ കുട്ടികളുണ്ട്. നമുക്ക് അത്യാവശ്യപ്പെട്ടത്, ഉദാഹരണത്തിന് നമ്മൾ യാത്ര പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാകില്ല എന്ന് അറിയിക്കാൻ, ചിലപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ പോകണതോ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാവില്ല എന്ന് അറിയിക്കാൻ വേണമെങ്കിൽ ഇടാം. അല്ലാതെ നമ്മുടെ മുമ്പിൽ ഒരു ആടൊന്നാകെ പുഴുങ്ങിയിട്ട് ഒരു അറബി കൊണ്ടെന്ന് വെച്ച് ആ ആട് ഫുള്ള് കുടുംബ ഗ്രൂപ്പ് ഇടുക. ഇവിടെ ആട് പോയിട്ട് ആമനെ തിന്നാൻ വകുപ്പില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാം പ്രദർശിപ്പിക്കലല്ല, എല്ലാം നിങ്ങളടുത്ത് ടോപ്പ് കണ്ടന്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പം ഞാനിത് അങ്ങോട്ട് വന്നു. ഇപ്പം ഞാൻ സംസാരിക്കേണ്ട ആ സ്ഥലത്ത് പോയിട്ട് ഇപ്പം സംസാരിക്കുന്നത് ഡോക്ടർ ബാസിലാണ്. ദൈവനിഷേധത്തെക്കുറിച്ച് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ നമ്മുടെ ഗോസിപ്പുകൾ ഇടാൻ വേണ്ടിയിട്ടുള്ളതല്ല സോഷ്യൽ മീഡിയ. നമ്മൾ ആ കണ്ടന്റിലേക്ക് വളരണം. നിങ്ങൾ എന്തെങ്കിലും ഒരിക്കലും ഒരു കാർ എടുത്തല്ല, ആ കാറിന് എല്ലാ ആളുകൾ സെൽഫി എടുക്കേണ്ടത് നിങ്ങളെ ആയിരിക്കണം. ഞാനൊരു സിംബോളിക്കായിട്ട് പറയല്ല, നിങ്ങളെല്ലാവരും സെൽഫി എടുക്കണമെന്ന് പറയല്ല. നിങ്ങളെത്ര ക്വാളിറ്റിയിലേക്ക് വളരണം. ആ ക്വാളിറ്റിയിലേക്ക് വളരാനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾ ഡോക്ടറായിക്കോ. ഡോക്ടറുമായി ബന്ധപ്പെട്ട കുറേ വേർഷൻസ് ഉണ്ട്. അതിൽ MBBS, BDS, BAMS, BUMS, BHMS, BSc വെറ്റിനറി, BSc അഗ്രികൾച്ചർ, ഏത് മേഖലയിലേക്ക്, കാർഷിക ഡോക്ടറോ മൃഗ ഡോക്ടറോ ഏത് ഡോക്ടറോ നിങ്ങൾ അയക്കോ. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എഞ്ചിനീയറിംഗിലേക്ക് പോ. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് IIT മുതൽ NIT മുതൽ ഇന്ത്യയിൽ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ കേരള എൻട്രൻസ് ടെസ്റ്റുകളോ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നിങ്ങൾ പോ. അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ പോ. അല്ലെങ്കിൽ കൊമേഴ്സിൻ്റെ ഡെപ്തിലേക്ക് പോ. അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിൻ്റെ ഡെപ്തിലേക്ക് പോ. ഹ്യൂമാനിറ്റീസിൻ്റെ ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ സോഷ്യോളജി, അതേമാതിരി തന്നെ ഈ പറയുന്ന സൈക്കോളജി, ഏത് മേഖലയ്ക്ക് നിങ്ങൾ പോയിക്കോളൂ. ഹിസ്റ്ററിയിലേക്ക് പോയിക്കോളൂ. ഹിസ്റ്ററി തന്നെ ഇപ്പോൾ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. 1525 മുതൽ 1811 വരെയുള്ള ചരിത്രമാണ് ഇപ്പോൾ വെട്ടിയാണ് മാറ്റിയത്. 300 കൊല്ലത്തെ ചരിത്രം. പിന്നെ ഏത് ചരിത്രമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുക? ആ ചരിത്രം വെട്ടി മാറ്റിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വെട്ടേണ്ടതാണ് താജ്മഹൽ. കാരണം അത് ഉണ്ടാക്കിയത് മുഗളന്മാരാണ്. അതിൻ്റെ കൂട്ടത്തിൽ വെട്ടേണ്ടതാണ് ഇത്
ഇന്ത്യയിൽ കാണുന്ന ഒട്ടുമിക്ക മോനുമെൻറ്റുകളും ഇതിൽ വെട്ടേണ്ടതാണ്. താജ്മഹൽ അടക്കം വെട്ടണം. ഷാജഹാനാണ് താജ്മഹൽ ഉണ്ടാക്കിയത്. അദ്ദേഹം മുഗളനായിരുന്നു. ഇപ്പം മുഗളന്മാരെന്ന് പറഞ്ഞൊരു സ്റ്റീമന്നെ ഉണ്ട് എന്ന് പറയണേ ഇല്ല. 300 കൊല്ലം ക്രോസ് ചെയ്യാണ്. അതും സ്കൂൾ തലങ്ങളിൽ. ഏതെങ്കിലും ടെക്സ്റ്റ് എന്നല്ല, അത് കുട്ടികൾ സ്കൂൾ പഠിക്കേണ്ട സാധനങ്ങൾ കട്ട് ചെയ്യാണ്. എന്തോ ആകട്ടെ, അതിനെതിരെ നിയമപരമായ പോരാട്ടങ്ങൾ നടക്കും. നമ്മളിങ്ങനെ തെരുവിലിറങ്ങിയിട്ട് കാര്യമില്ല, നിയമപരമായിട്ട് നേരിടണം. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് മേഖലയിലേക്ക് പോകുമ്പോഴും ഒരു ടാർഗറ്റ് ഉണ്ടാക്കണം. ഡോക്ടറാണോ, MBBS നിർത്തരുത്, PGയിലേക്ക് പോകണം. MBBS നിർത്തുന്ന ഡോക്ടർമാരായിട്ട് കാര്യമില്ല, അതിനെ ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് കൊണ്ടുപോകണം. നമ്പർ 2, ഇങ്ങനെയുള്ള നെഗറ്റീവ് സെൻസിലേക്ക് പോകാതിരിക്കാൻ എന്ത് വേണം? ഇപ്പം മയക്ക് മരുന്ന് നിങ്ങളറിയാതെ അതിലേക്ക് വരും. ഫോർ എക്സാമ്പിൾ, എന്നോട് ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞത്, മലപ്പുറംകാരിയാണ്. അവൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ കോളേജിൽ നിന്ന് എല്ലാവരും സീനിയേഴ്സ് കുട്ടികൾ ഞങ്ങളെ ഒരു വിരുന്നിന് വിളിച്ചു. കോഫി ഷോപ്പൊക്കെ വിളിക്കണത്. ഒട്ടുമിക്ക ഇവിടെയുള്ള കോഫി ഷോപ്പല്ല കേട്ടോ, പുറത്തൊക്കെ പോയ കോഫി ഷോപ്പിനെ മിസ്റ്റീരിയസ് ഷോപ്പ് എന്ന് വിളിക്കണം. നിഗൂഢാത്മക ഷോപ്പാണ്, വെറും നിഗൂഢതയാണ്. ഇവിടെ എന്തൊക്കെയാണ് നടക്കി. ഒരു നോവലുണ്ട്, നിങ്ങൾ വായിക്കണത്. ഗ്രാൻഡ് ബാബിലോൺ ഹോട്ടൽ എന്നാണ് നോവലിൻ്റെ പേര്. ദ ഗ്രാൻഡ് ബാബിലോൺ ഹോട്ടൽ, ജോർജ് ബെർണാഡ് ഷോ എഴുതിയിട്ടുള്ള നോവലാണ്. ആ ഹോട്ടലിൻ്റെ എല്ലാ മൂലയിൽ റെയ്ന എന്ന് പറഞ്ഞൊരു കഥാപാത്രം, അതാണ് ഹീറോയിൻ നമ്മൾ വിചാരിക്കുക. കുറേ കഴിഞ്ഞാൽ അതും വില്ലത്തിയാവും, ബസൂക്കയെ പോലെ. മനസ്സിലായോ? ലേറ്റസ്റ്റ് ബസൂക്ക. ഞാൻ സിനിമ ഒന്നും കാണലില്ല. ഹീറോ തന്നെ വില്ലനായി മാറുക. ഗെയിമൊക്കെ ഉണ്ട് കൊണ്ടുവന്നിട്ട് മനുഷ്യന്മാരെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോയി ചളിയിൽ ചവിട്ടുന്ന കാലൊക്കെ കാണിച്ച് അതിനെ തകർക്കാൻ വേണ്ടി വന്ന ബസൂക്ക തന്നെയാണ് അവസാനം ഈ ചളിയിൽ ചവിട്ടുന്ന ആൾ എന്നുള്ളത് മനസ്സിലാക്കി തരികയാണ്. സിനിമകൾ നമ്മളെ സ്വാധീനിക്കും. ചിലപ്പോൾ ബ്രോഡാഡി പോലെയുള്ള സിനിമകൾ നമ്മളെ സ്വാധീനിക്കും. ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോകുന്ന മകൻ അവിടെ വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു, അതിലൊരു കുട്ടി ജനിക്കുന്നു, കല്യാണമില്ലാതെ തിരിച്ചു വരുന്നു. ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ആൾ അച്ഛനും, മോനായിട്ടാകട്ടെ ആളുകൾ ആദരിക്കുന്ന ഒരാളും, സിനിമയാകട്ടെ ഈ തീമിലും. അവസാനം നിങ്ങളെ മനസ്സിൽ എന്ത് തോന്നും? ആഹാ, തിരക്കടില്ലല്ലോ. നമ്മുടെ ജീവിതം ഇതൊന്നുമല്ല. സിനിമ ലൈക്ക് എന്താ പറയുക, അതൊരു തരം ഇല്യൂഷനാണ്. ഒരു തരം ഇല്യൂഷൻ, ഹലൂസിനേഷൻ എന്നൊക്കെ പറയൂലേ. അതിൽ യാഥാർത്ഥ്യങ്ങളൊക്കെ വളരെ കുറവാണ്. യാഥാർത്ഥ്യങ്ങളുള്ള സിനിമകൾ ഉണ്ടാകാം. നമ്മൾ ഇത് പറയാതിരുന്നിട്ട് കാര്യമില്ല. സിനിമയിലേക്ക് പോയി അതിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു, അതിലെ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നു. നമ്മൾ സ്വയമല്ല നമ്മുടെ മുഖത്ത് തേക്കുന്നത്, പകരം ആരൊക്കെയോ തേച്ചത് പരസ്യം കാണിക്കുകയാണ്. ഈ ഒട്ടുമിക്ക ആൾക്കാർ തേച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ അയാൾ അതില്ലാത്തത് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫോട്ടോ കണ്ടാൽ മതി, ഒരിക്കലും നമ്മളേക്ക് പോവില്ല. ഞാൻ മേക്കപ്പിനെതിരെ ഭയങ്കരമായിട്ട് ഇതാക്കി മേക്കപ്പ് ഷോപ്പ് ആർക്കെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, അതിനെപ്പറ്റി എതിരെ പറയല്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം ഇല്ലേ? ഒരു കല്യാണം വരുന്ന സമയത്ത് നമ്മളെ കുടുംബത്തിൽ എന്താ കഥ? നിങ്ങൾ കംപ്ലീറ്റ് ഫോട്ടോ എടുക്കാൻ വിധിക്കപ്പെട്ട ആൾക്കാരാണ്. എന്തന്നല്ലേ ഫുള്ള്. ഞാൻ നാളെ ഒരു ക്യാമറക്കാരനോട് ചോദിച്ചപ്പോൾ 6000 ഫോട്ടോ എടുത്തിക്കണോനെന്ന്. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ ഒരു അവസ്ഥയാണ് സാറേ. എന്നിട്ട് ഞാൻ പറഞ്ഞു, എടാ ഇനി നിർത്തിക്കാളെ, എന്ത് പരിപാടി അത് ഇങ്ങനെ. അപ്പോൾ മാരിൻ്റെ അവിടെ തൊടാൻ പറയുന്നു, നെറ്റത്ത് തൊടാൻ പറയുന്നു. എന്നിട്ട് ആ നാരി എന്ന് പറയാൻ പറ്റില്ല, വേണമെങ്കിൽ അക്ഷരം നമുക്ക് മാറ്റാം. അപ്പോൾ എന്താക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ താജ്മഹൽ പോലെ പൊക്കി പിടിക്കുന്ന ഫോട്ടോ. ഇപ്പോൾ മനസ്സിലായോ? എന്താക്കുന്നു? പൊക്കി പിടിക്കുക. എന്നിട്ട് ഒരു ടോയിയെ പിടിച്ച പോലെയുള്ള ഫോട്ടോ. ഇവൻ എന്നോട് പറയാണ്, ഞാനാണ് എന്താക്കിയത്, അവർ പറഞ്ഞിട്ട് ഏൽപ്പിച്ചു. ഇവൻ എന്നോട് പറയാം, സാറേ പാവയും കഴിഞ്ഞ് മുയലും കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റണില്ല എന്നാണ്. തോന്നിയ മാതിരിയൊക്കെ ആക്കുക. അതേമാതിരി ഇതൊക്കെ ആയിക്കോട്ടെ, ഫോട്ടോഗ്രാഫിയിൽ അതിൻ്റേതായ ഇതൊക്കെ ഉണ്ടാവാം. പക്ഷേ ഞാൻ ഈ പെൺകുട്ടികളോട് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും കല്യാണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ ഇന്ന നെറ്റിയിൽ ചുംബിക്കൂ എന്ന് പറയേണ്ടത് ക്യാമറമാനല്ല, അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ ആദ്യമായിട്ട് ആ മനുഷ്യൻ്റെ നെറ്റിയിൽ ചുംബിക്കേണ്ടത് ക്യാമറമാൻ പറയുമ്പോഴല്ല, പകരം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആ ക്യാമറമാനോട് പറയാൻ പറഞ്ഞു, സോറി ഫോട്ടോ എടുത്തോളൂ, വേറുള്ളതൊന്നും വേണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങളറിയോ, നിങ്ങൾ ഭയങ്കരമായ മേക്കപ്പൊക്കെ ഇടും. മേക്കപ്പൊക്കെ ഇട്ടിട്ട് അന്നത്തെ ളുഹർ ബാങ്ക് കൊടുക്കുന്നു, അസർ ബാങ്ക് കൊടുക്കുന്നു, ഇവൻ മഗ്രിബ് കൊടുക്കുന്നു. ഒന്നും നിസ്കരിക്കാതെ കുട്ടികളുണ്ടാവും. ജീവിതത്തിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നൊരു ദിവസമാണ് മനുഷ്യൻ്റെ വിവാഹ ദിവസം. ദൈവത്തോട് അള്ളാഹുവിനോട് ഏറ്റവും അടുക്കേണ്ടുന്ന ദിവസം കൂടിയാണ്. നിങ്ങൾ ഈ ക്രിസ്ത്യൻസിൻ്റെ കല്യാണം കണ്ടിട്ടില്ലേ? ഞാൻ പോയിട്ടുണ്ട് കുറേ കൂട്ടുകാരുടെ കല്യാണത്തിനൊക്കെ. മുറ്റത്ത് നിന്നിട്ടാണ് നമ്മൾ പോകേണ്ടി വരുമല്ലോ. അവർ പള്ളിക്കകത്ത് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സുന്ദരമായിട്ട് ചെയ്യുന്നു.
ഞാൻ ഹൈന്ദവരൊക്കെ തിങ്ങി താമസിക്കുന്ന സ്ഥലത്താണ്. പാഴിയോട്ട് മനയും പാക്കത്ത് മനയും നാലപ്പാട്ടും എല്ലാം നമ്മുടെ നാട്ടിലാണ്. ആഴ്വാഞ്ചേരി മനയൊക്കെ നമ്മുടെ നാട്ടിലാണ്. ചന്ദനക്കാവിൻ്റെയും ചേർലാലയുടെയും ഭാഗത്താണ്. അവിടേക്കുള്ള കുട്ടികളെ പുതിയെണ്ണ ഇറങ്ങുമ്പോൾ നിറപറയും നെൽക്കതിരും ദീപങ്ങളും എന്താ പറയുക കതിർമണ്ഡപങ്ങളും മുഹൂർത്തങ്ങളും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. IB-യിലാണ് എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത്, ഇൻ്റലിജൻസ് ബ്യൂറോയിലാണ്. ആ സഹോദരൻ്റെ പുതിയെണ്ണ വന്ന് രണ്ടാളും കൂടി കയറാൻ സമയത്ത് അവനിങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, നമുക്കിത് കഴിഞ്ഞിട്ട് പോരണല്ലോ, ഇത് എപ്പോഴും അകത്തേക്ക് കയറലെന്ന് തമാശ ചോദിച്ചതാണ്. അപ്പോൾ പറഞ്ഞ മുഹൂർത്തം 12 മണിക്ക് അല്ലെങ്കിൽ 11:45 ആ സമയത്ത് അവർ കാലെടുത്ത് വെക്കൂ. നമ്മൾ JCB-യിൽ പുതിയാപ്പിള പോവാം. എന്നിട്ടോ എന്താ കഥ? പുതിയെണ്ണിനെ അവിടെ ഇറക്കുക, എന്നിട്ട് പാട്ട് പാടിയിട്ട് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, വൾഗറായി എന്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ട് കൊണ്ടുവരിക. എന്തൊക്കെയായി നടക്കുന്നത്? അതിനെതിരെ ഡയർ ടു സേ നോ പറയാൻ നിങ്ങൾക്ക് പറ്റണം. നോ എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകണം. അപ്പോഴേ നിങ്ങളൊരു പെൺകുട്ടിയാകുന്നുള്ളൂ, ഒരു ലീഡറായ പെൺകുട്ടിയാകുന്നുള്ളൂ. അല്ലാതെ എല്ലാറ്റിനും തുള്ളി നിന്ന് കൊടുക്കലല്ല. ആ ഗഡ്സ് നിങ്ങൾ കാണിക്കണം. ഞാൻ പറഞ്ഞത് വിപ്ലവം ഉണ്ടാക്കാനല്ല, വലിയ വലിയ വിപത്തുകൾ ഉണ്ടാക്കാനല്ല. പക്ഷേ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് എന്താണ് നമ്മുടെ ലൈഫ് എന്ന്. നോ പറയാനാണ് പണി, യെസ് പറയാൻ വലിയ പണിയില്ല കേട്ടോ. മനസ്സിലായോ? നിങ്ങൾക്ക് മെസ്സേജ് വന്നു, നീ ഇന്ന് ഇന്ന ഷോപ്പിലേക്ക് വരുമോ, പിന്നെ കോഫി ഷോപ്പിലേക്ക്. യെസ് എന്ന് പറയാൻ വലിയ മടിയൊന്നുമില്ല, പണിയില്ല. പക്ഷെ അവിടെ നോ എന്ന് പറയാൻ 1000 കുതിരശക്തി നിങ്ങൾക്കുണ്ടാകണം. ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ മറുപടി നോ എന്ന് പറയാനാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഉയർത്തലാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്ന വിദ്യാർത്ഥിനികളോടാണ്. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ പൂർത്തിയാക്കുമ്പോൾ തന്നെ ഈ കെടുതിയിലേക്ക് മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം എന്നറിയോ നിങ്ങൾക്ക്? എത്ര താളെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ആദ്യം ഉപയോഗിക്കുന്ന സ്റ്റേജിൻ്റെ പേര് ഒന്ന് ശ്രദ്ധിക്കണേ, ടോളറൻസ് എന്നാണ്. എന്താ ടോളറൻസ്? നിങ്ങൾ ചെറുതായിട്ട് ഉപയോഗിച്ച് തുടങ്ങും, പിന്നെ അതിൻ്റെ മേലേക്ക് കയറും. രണ്ടാമത്തത് സാലിയൻസ് എന്നാണ്. എന്താ സാലിയൻസ്? ടീൻ്റെ അവിടെ സാലിയൻസ് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാതെ എനിക്ക് നിവൃത്തിയില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറലാണ്. മൂന്നാമത്തത് എന്താണെന്നറിയോ? മൂന്നാമത്തത് ടോളറൻസും സാലിയൻസും കഴിഞ്ഞാൽ പിന്നെ വിഡ്രോവൽ സിൻഡ്രോമാണ്. ഞാൻ സൈക്കോളജി അപ്പങ്ങളോട് പറഞ്ഞു, വിഡ്രോവൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പിന്മാറിയാൽ പിന്നെ ആരെങ്കിലും കൊല്ലേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മഹത്യക്ക് പോകേണ്ടി വരും. അതാണ് വിഡ്രോവൽ സിൻഡ്രോം. അവസാനത്തത് സൂയിസൈഡ് അറ്റംപ്റ്റ് എന്നതാണ്. ആത്മഹത്യ ചെയ്യാതെ നിവൃത്തിയില്ല എന്ന അവസ്ഥയാണ്. ഓരോ വർഷത്തിലും 1000കണക്കിന് കുട്ടികളാണ് മയക്കുമരുന്നും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത്. ഇതൊക്കെ യൂറോപ്പിൽ മുമ്പേ നടന്ന സാധനം ക്ലീശയായി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഭീമാകാരമായ കച്ചവടമുണ്ട്. ആ കച്ചവട തന്ത്രങ്ങൾ നിങ്ങൾ അറിയണം. അവർക്ക് വേണ്ടത് ലക്ഷക്കണക്കിന് കോടികളാണ്. അതിന് നിങ്ങൾ ഓരോരുത്തരും കരുവാക്കാണ്. നിങ്ങൾ പാവം, നിങ്ങളതിലേക്കൊന്നും പോയിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞത് ടോട്ടൽ കുട്ടികളെ കുറിച്ചാണ്. ആ കുട്ടികൾ അങ്ങനെ പോകുന്നുവെങ്കിൽ അവരെ പിന്മാറ്റേണ്ടുന്ന ഉത്തരവാദിത്തം, ആ ലീഡർഷിപ്പ് നിങ്ങൾക്കുള്ളതാണ്. ആ ലീഡർഷിപ്പ് നിങ്ങൾക്കാണ്. ഒരു കുട്ടിയെങ്കിലും പോയാൽ നിങ്ങൾ നേരത്തെ, ഈ ബാംഗ്ലൂരിലെ കുട്ടി പറയാണ്, ആ കുട്ടി മലപ്പുറം ജില്ലയിൽ നിന്ന് കയറിയ കുട്ടിയാണ്. ട്രെയിനിൽ നിന്ന് പാവം മാതാപിതാക്കൾ കയറ്റി വിട്ടതാണ്. അഡ്മിഷൻ എടുത്ത് അവിടെ കോഴ്സൊക്കെ ചെയ്ത് ആ കുട്ടി ആദ്യത്തെ ദിവസം തന്നെ കുട്ടികളൊക്കെ പാടെ കൊണ്ടുപോയി ഒരു കോഫി ഷോപ്പിലേക്ക്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഐസ്ക്രീമൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങളറിയോ, ഞാനൊരു സിറ്റിനെ പറയല്ല, പല സിറ്റികളിലും ഇങ്ങനെയാണ്. ഐസ്ക്രീമുകൾ നേരത്തെ തയ്യാറാക്കി വെക്കുന്നു, എന്നിട്ട് വരുമ്പോൾ തന്നെ ഇൻട്രോ എന്ന് പറഞ്ഞിട്ട് നമുക്കിത് തരുന്നു. ദാറ്റ് ഈസ് ഇൻട്രോ. ആ ഇൻട്രോ ഭക്ഷണത്തിലേക്കുള്ള ഇൻട്രോ അല്ല, നിങ്ങളുടെ ജീവിതം തകർക്കാനുള്ള ഇൻട്രോ ആണ്. നിങ്ങൾ വിചാരിക്കും നമ്മളെ ക്ലാസ്സിലെ കുട്ടികളല്ലേ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. ഞാൻ ഇതിനെ അനലൈസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലാതെ സിനിമ മുഴുവനായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പണ്ട് കാലത്ത് ജോണി വാക്കർ എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു. അതിൽ ഈ ഇൻട്രോ കാണിക്കുന്നുണ്ട്. ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട്. കുട്ടി കോളേജിൽ വരുന്നതും ഫസ്റ്റ് ഇൻട്രോക്ക് വേണ്ടി കൊണ്ടുപോകുന്നതും ഐസ്ക്രീമിൽ ഇതിട്ട് കൊടുത്തിട്ട് കുടിപ്പിക്കുന്നതും ആ കുട്ടി പിന്നെ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്നതും അന്നതിൽ കാണിച്ച രംഗങ്ങൾ കേരളത്തിൽ തനിയാവർത്തനം പോലെ നടക്കുകയാണ്. തനിയാവർത്തനം പോലെ കോളേജിൽ പോകുന്ന കുട്ടികൾ അറിയാതെ പെട്ടുപോവാണ്. എന്തിലൊക്കെ പെട്ടുപോകുന്നത്? ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരു കൂട്ടുകാരിക്ക്, നിങ്ങളുടെ മെയിൻ കൂട്ടുകാരിയല്ല, ആ കൂട്ടുകാരിക്ക് ഈ മാഫിയനായിട്ട് ബന്ധമുണ്ടാവും. അവള് സൈലന്റ് കരിയർ എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. സൈലന്റ് കരിയർ ഞാൻ ഈ കൗൺസിലിംഗിൽ മനസ്സിലാക്കിയ സൈലന്റ് കരിയർ ഉണ്ട്, ഡയറക്റ്റ് കരിയേഴ്സ് ഉണ്ട്. എന്താ സൈലന്റ് കരിയേഴ്സ്? ആ ആള് ഇതിൽ ഉണ്ട് എന്നറിയില്ല, ഇവരായിട്ട് ബന്ധമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനേ പറ്റൂല. കാരണം സൈലന്റ് കരിയറാണ്. കാരണം ആ ആൾക്കുണ്ട് ബന്ധപ്പെടുത്തി കൊടുക്കേണ്ട അത്യാവശ്യമേ ഉള്ളൂ.
അങ്ങനെ ബന്ധപ്പെടുത്തി കൊടുക്കുന്നു. ഈ കുട്ടി ഐസ്ക്രീം കഴിക്കുന്നു. ഐസ്ക്രീം കഴിച്ച പാടെ തല വല്ലാണ്ട് മിന്നുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വേറൊരു ജീവിതത്തിലേക്ക് പോകുന്നു. ആ ഐസ്ക്രീമിന് വേണ്ടി പിന്നെയും ആ ഷോപ്പിൽ തന്നെ വരുന്നു. അതിൽ കാണിക്കുന്നുണ്ട്, ആ പെൺകുട്ടി വരുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഐസ്ക്രീം എനിക്ക് വേണ്ട, ഞാൻ ഇന്നലെ കഴിച്ച ഐസ്ക്രീം മതി എന്ന്. അത് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അത് പണ്ടൊക്കെ ബാംഗ്ലൂരിലോ കൽക്കട്ടയിലോ ബോംബെയിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലേക്കും അതിൻ്റെ കുത്തൊഴുക്ക് വന്നിരിക്കുക. നിങ്ങൾ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട്, നല്ല ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ, നിങ്ങളൊക്കെ നല്ല നല്ല ഫ്രണ്ട്സ് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ നെഗറ്റീവ് പറയല്ല. പക്ഷേ നിങ്ങൾ ഈ ചതിക്കുഴിയിൽ പെടാതെ നോക്കണം. എന്താണ് അതിൻ്റെ കണ്ടന്റ് എന്ന് നോക്കണം, അല്ലെങ്കിൽ അതിലേക്ക് പോകാതെ നോക്കണം. മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾക്ക് വരെ കഞ്ചാവ് മിഠായി വിതരണം ചെയ്യുന്ന ഒരു കാലത്ത്, പെൺകുട്ടികൾ ഹൈലി ഇമോഷണൽ ആണെന്നും അങ്ങനെ തകർക്കാൻ പറ്റുമെന്നും തോന്നുന്ന ഒരു കാലത്ത്, ആൺകുട്ടികളായ ആളുകൾ ഒരിക്കലും അവരെ പ്രത്യക്ഷത്തിൽ ഇതൊന്നും പറയില്ല. ആൺകുട്ടികൾക്കൊരു സ്വഭാവമുണ്ട്, വളരെ ശ്രദ്ധിക്കണേ. എന്താണെന്നറിയോ? ഒരേ സ്ഥലത്തിരിക്കും, ഏതെങ്കിലും ഒരു ബെഞ്ചുമ്മൽ അല്ലെങ്കിൽ പോസ്റ്റ്, അവിടെ ഇരുന്നെങ്ങാണ്ട് ഹായ് 4 ആൾക്ക് വിടും. മനസ്സിലായോ? എത്ര ആൾക്ക് വിടും? 4 ആൾക്ക്. ഇപ്പം അതിൻ്റെ എണ്ണൊക്കെ കൂടിയിരിക്കണം, 12 കഴിക്കണം. എന്നിട്ട് ആരാണ് കൊത്തുണെന്ന് നോക്കും. അപ്പോഴാണ് നിങ്ങളെ ഹായ് അങ്ങോട്ട് ചെല്ലുക. ഇവള് കൊത്തിക്കണം, മനസ്സിലായോ? പിന്നെ ഇങ്ങനെ വിടും. എന്നിട്ട് അവനെ ആദ്യമാക്കണം. ഞാൻ ഇപ്പോൾ ഈ അടുത്തിടെ കൗൺസിലിങ്ങിന് മനസ്സിലാക്കിയ ഒരു കാര്യം, അത് നമ്മൾ ഇതൊക്കെ ടെക്സ്റ്റിൽ ഉണ്ടാവില്ല, സൈക്കോളജിയുടെ ടെക്സ്റ്റിൽ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാവുമോ? ഇല്ലല്ലോ, നമ്മൾ സോഷ്യൽ റീഡിങ്ങിന് മനസ്സിലാക്കണതാ. ആ കുട്ടി പിന്നെ പറയാണ്, എൻ്റെ മൂത്താപ്പ മിനിയാന്ന് മരിച്ചു. ഓഹോ, എന്നിട്ട് എന്തായി? വല്ലാത്ത ദുഃഖം. മൂത്താപ്പ മരിച്ചു, ചിലപ്പോൾ 4ാമത്തെ വട്ടമായിരിക്കും കൊല്ലണത്. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞ് ഇപ്പോൾ ഉപ്പക്കും അസുഖമാണെന്നാണ് പറയുന്നത്. അങ്ങനെ സിമ്പതി, ആ സിമ്പതി കുടുങ്ങാൻ 1 നമ്പർ ആൾക്കാർ നിങ്ങൾ പെൺകുട്ടികളാണ്. പാവല്ലേ, വാപ്പാക്ക് ക്യാൻസർ തുടങ്ങിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പൈസ അയച്ചു കൊടുത്ത പെൺകുട്ടികൾ വരെ ഉണ്ട്. അവസാനം ആകെ പ്രശ്നമായി പെരി പോയി നോക്കുമ്പോൾ വാപ്പാക്ക് ക്യാൻസറേ തുടങ്ങിയിട്ടില്ല. ഒരു പെൺകുട്ടി ചെയ്ത പണി എന്താണെന്നറിയോ? അവളിങ്ങനെ നല്ല മൊഞ്ചുള്ള ഒരാൾ, കാസർഗോട്ടുകാരൻ പയ്യന് ഹായ് എന്ന്. ഈ കാസർഗോഡ് പോയിട്ട് പലരും കുടുങ്ങുന്നുണ്ട്. ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താക്കി, ഞാൻ കാസർഗോഡിനെ മോശമാക്കല്ലോ കേട്ടോ, ഹായ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് വന്നു. ആ മൊഞ്ചനെ കണ്ടപ്പോൾ ഉള്ളൊന്ന് അയച്ചു കൊടുത്തു. അങ്ങനെ ഉണ്ടല്ലേ, മൊഞ്ച് വലിയൊരു മൊഞ്ച് തന്നെയാണല്ലോ. ഏതായിരുന്നാലും അയച്ചു കൊടുത്ത്, ചുരുക്കി പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് ഇവള് പിന്നെ ലെവല് വിട്ട്, വേറൊന്നും പറയുന്നില്ല. അവസാനം ഇവൻ കാണാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ മെലിഞ്ഞുണങ്ങിയ ഒന്നിനും പറ്റാത്തൊരു പയ്യൻ. ആകെ പേടിച്ച് ഇടങ്ങാറായി, കാരണം ആ പയ്യനല്ലല്ലോ ഈ പയ്യൻ. അപ്പം ഇവൻ പ്രൊഫൈൽ പിക്ചർ മാറ്റിയിട്ട് എന്താക്കിയതാണ്, ചാറ്റ് തുടങ്ങിയതാണ്. അതും കൂടി മനസ്സിലാക്കാനുള്ള പോത്തീസമില്ലാത്ത ആളുകളാണ് ആര്? നമ്മൾ. എന്നിട്ട് ഞാൻ ആ പയ്യനെ കൗൺസിലിംഗ് നടത്തി. പയ്യനാകട്ടെ ഒരു ഹൈന്ദവ പയ്യനാണ്, ഞാൻ ആരെയും കറുപ്പ് മെലിപ്പ് എന്ന് പറയല്ല. ഈ കുട്ടിയാകട്ടെ ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. ഈ കുട്ടി നല്ല ഭംഗിയുണ്ട്, ഒരു കാസർഗോട്ടുകാരി പെൺകുട്ടിയാണ്. ഞാൻ ആ കുട്ടിനോട് ചോദിച്ചു, മോളെ ഇവനെ പ്രണയിക്കാൻ നിനക്ക് എന്താ ഒരു കാരണം? ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിനെ പ്രണയിക്കാൻ പല രീതിയുണ്ട്, നിങ്ങൾക്ക് എല്ലാം കൂടി പഠിപ്പിച്ചു തരണില്ല, എന്നാൽ ഒറ്റ വാക്കിൽ പറഞ്ഞു പോവാ. അതിൽ ഒന്നെന്താന്ന് പറഞ്ഞാൽ സിമ്പത്തറ്റിക് ലവ് ആണ്. സിമ്പത്തറ്റിക്, ഒരാളോട് സിമ്പതി തോന്നുക. ഒരാൾ കാല് കൊക്കിങ്ങാണ്ടാണെങ്കിൽ അവൻ കാല് കൊക്കിക്കൊണ്ടായത് എന്നത് ദൈവത്തിൻ്റെ ഹിതമാണ്. അതിന് നമ്മളിങ്ങനെ പിന്നാലെ കൂടിയിട്ട് അവസാനം അങ്ങനെ കുറേ ഇടങ്ങാറാകുന്ന ആൾക്കാരുണ്ടാവും ജീവിതത്തിൽ. അങ്ങനെ എത്ര കാല് കൊക്കിയവരുണ്ടാവാം. എല്ലാവരും പിന്നാലെ നമ്മൾ കാല് കൊക്കിയവരെ നിങ്ങളെ മാത്രമേ ഞങ്ങൾ കല്യാണം അങ്ങനെയൊന്നും ഇല്ലല്ലോ. അവരുടെ കാല് അതിന് ഡിഫറെൻ്റ്ലി ഏബിൾ എന്നാണ് പറയുക. അത് കാല് കൊക്കിയെന്ന് പറയാനേ പാടില്ല. അവർ ഡിഫറെൻ്റായിട്ട് ഏബിളായ ആൾക്കാരാണ്, ഭയങ്കര ശക്തന്മാരാണ് അവർ. നിങ്ങൾക്കല്ലേ ഈ സിമ്പതി തോന്നുന്നത്? ചില ആൾക്കാർ കുടുംബത്തിലെ കാര്യം പറഞ്ഞിട്ട് സിമ്പതിയിലേക്ക് കയറും. സിമ്പത്തറ്റിക് ലവ് ആണ് ഫസ്റ്റ് തുടങ്ങുക. പിന്നെ 3-4 കാരണങ്ങളും കൂടിയുണ്ട്. അതിപ്പോൾ അതിൻ്റെ ലെക്ചറിങ് അല്ല, അത് വേറെ സമയത്ത് നമുക്ക് ക്യാമ്പിൽ എവിടെയെങ്കിലുമൊക്കെ പറയാം. ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ സിമ്പത്തറ്റിക് ലവ് നിങ്ങൾ തുടങ്ങുന്നു. എന്നിട്ട് ഈ പയ്യൻ പാവാണ്, അതാണ് ഇതാണ്. പക്ഷെ ആ ലവ് ഇങ്ങനെ കയറി അതിൻ്റെ കെമിസ്ട്രി എല്ലാം കയറുമ്പോൾ, അവനെപ്പറ്റി അന്വേഷിച്ച് നോക്കുമ്പോൾ അവൻ നാട്ടിൽ അറിയപ്പെടുന്ന കഞ്ചാവ് വിൽപ്പനക്കാരനാണെന്ന് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങളുടെ ഈ ഇമോഷൻ താഴുകയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? വാപ്പ വന്നിട്ട് പറയണം, മോളെ ഞാൻ അന്വേഷിച്ച് നോക്കി. ഒറിജിനലായിരിക്കും വാപ്പ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഒറിജിനൽ വാപ്പ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല, ഉണ്ടാക്കി പറയാണ് നിങ്ങൾ പറയാ. അങ്ങനെ ദുരന്തത്തിലായ ആയിരക്കണക്കിന് കുട്ടികളുണ്ട് ഈ കേരളത്തിൽ. കാരണം ഇവരുടെ പരിപാടി വെറും ഒരു പണിയുമില്ലല്ലോ. ചിലപ്പോൾ നമ്പർ മാറ്റി വിളിക്കുക, ഹലോ
ആ ഷുക്കൂറല്ലേ എന്ന് ചോദിക്കുക. അല്ലല്ലോ, ഇത് ഷുക്കൂർ നമ്പർ അല്ലല്ലോ. ഞാൻ ഷുക്കൂറാന്ന് വിചാരിച്ച് വിളിച്ചതാണ് എന്ന് പറയാം. അപ്പോൾ ഷുക്കൂറല്ല എന്ന് പറഞ്ഞ് നിങ്ങളായി. പിന്നെന്താക്കുകയാണ്, ഷുക്കൂർ എന്നാണ് പിന്നെയും വിളിക്കുക. 2-3 നിങ്ങൾ കുറേ കാലമായാലും ഇങ്ങനെ വിളിക്കണം ഷുക്കൂർ. അല്ല, ഈ നമ്പർ പണ്ടേ ഷുക്കൂറിൻ്റെതായിരുന്നു. അപ്പോൾ അതാണോ എന്ന് അറിയാൻ വേണ്ടി താത്തൻ്റെ വീട് എവിടാ? അടുത്ത ചോദ്യം അതാണ്. അപ്പോൾ പിന്നെ വീട് അറിഞ്ഞു കൊടുക്കണത്, അങ്ങനെ ആക്കണത്, ചുരുക്കി പറഞ്ഞ ഷുക്കൂറിനെ ചോദിച്ച് വിളിച്ച് അവസാനം അവർ ഷാക്കിറായി മാറി. ഇങ്ങനെ ഇത്ര ബലഹീനമാണോ നമ്മൾ? നിങ്ങൾ പെൺകുട്ടികളെ ഇത്ര ബലഹീനമാണോ? നിങ്ങൾ പറ. അല്ല, ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും പറയാന്ന് വിചാരിക്കരുത്. പക്ഷെ പെൺകുട്ടികൾ എത്ര ശക്തമാണ്. തൻ്റെ സ്കൂളിലേക്ക് ഓടാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു ഷൂ ഇല്ലാത്തതിൻ്റെ പേരിൽ, ഈ കാണുന്ന നമ്മൾ ഇന്ന് ലോകത്തിൽ ഏറ്റവും ടോപ്പ് ബ്രാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പറയുന്നതിൻ്റെ ഷൂ ഇല്ലാത്തതിൻ്റെ പേരിൽ, സ്കെച്ചേഴ്സിൻ്റെ അല്ല, സ്പോർട്സ് ഷൂവിൽ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന അഡിഡാസിന്റെ ഷൂ ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ പെൺകുട്ടി സ്റ്റേറ്റ് മത്സരത്തിലേക്ക് ഓടാൻ പോയത് അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത സാധാരണ ഒരു ഷൂവും കൊണ്ടാണ്. സാധാരണ ഒരു ഷൂ. ആ ഷൂവും കൊണ്ട് പോകുന്ന സമയത്ത് അവൾ അതിൽ എഴുതി വെച്ചു, സ്കെച്ച് പേന കൊണ്ട് എന്തെഴുതി വെച്ചത്? അഡിഡാസ് എന്ന്. കാരണം അത് അഡിഡാസിൻ്റെ 300 രൂപേൻ്റെ ഷൂ ആണ്. എന്നിട്ട് 3000 രൂപയ്ക്ക് കിട്ടുന്ന അഡിഡാസിൻ്റെ പേര് എഴുതി വെച്ചത് അഡിഡാസ്. അങ്ങനെയാ സ്റ്റേറ്റിലേക്ക് ഓടാൻ പോയത്. ആ കുട്ടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ ഓടാൻ പോയത് എങ്ങോട്ടാണെന്നറിയോ? ഇന്തോനേഷ്യയിലേക്ക്, ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട്. അങ്ങനെ പിന്നെ ഫിൻലാൻഡിലേക്ക് 59 സെക്കൻഡ് കൊണ്ട് 400 മീറ്റർ ഓടിത്തീർത്ത ആദ്യത്തെ സ്പീഡുള്ള ഇന്ത്യക്കാരിയായി ഈ പെൺകുട്ടി മാറി. സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. ആ സമയത്ത് അഡിഡാസ് കമ്പനി അവളുടെ അരികിലേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ അംബാസഡർ ആകാൻ തയ്യാറുണ്ടോ എന്ന്. അംബാസഡർ ആകാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗ്രൗണ്ടിലൂടെ ഓടി കരഞ്ഞുകൊണ്ട്, ആ സമയത്ത് ഓടിയിട്ട് കരയുന്നത് കണ്ടപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചു, അഡിഡാസ് കമ്പനി എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത് എന്ന്. ഞാൻ അന്ന് സ്റ്റേറ്റ് ലെവലിൽ ഓടാൻ പോകുമ്പോൾ അഡിഡാസിന്റെ ഷൂ ഇടാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. അതേ അഡിഡാസ് കമ്പനിയാണ് ഇപ്പം ഈ വന്നത് എന്ന് ആലോചിക്കുമ്പോൾ വല്ലാതെ സന്തോഷമുണ്ട് എന്ന്. പക്ഷെ അന്ന് അഡിഡാസ് കമ്പനി ഒരു കാര്യം തീരുമാനിച്ചു. ആദ്യമായി അവരൊരു പെൺകുട്ടിയുടെ പേരിൽ ഷൂ ഇറക്കി ലോകത്തിന്റെ മുമ്പിൽ. ആ ഷൂവിന്റെ പേര് ഹിമാദാസ് എന്നായിരുന്നു. അത് ഈ പെൺകുട്ടിയുടെ പേരാണ്. അഡിഡാസ് ഇറക്കിയ ഷൂവിന്റെ പേരാണ് ഹിമാദാസ്. അത്ര കരുത്തുള്ളവരാ പെൺകുട്ടികൾ. ഷൂ ഇടാൻ കരുത്തില്ലാത്തിടത്തുനിന്ന് കമ്പനിയെ വരുത്തിച്ചിട്ട് തൻ്റെ പേരിൽ ഷൂ ഇറക്കിപ്പിച്ച പെൺകുട്ടിയുടെ കാലത്ത് അത്രയും ശക്തന്മാരായ പെൺകുട്ടികൾ എന്തിനാണ് ഈ ബലഹീനമായ കാര്യത്തിന് വേണ്ടി നിന്നു കൊടുക്കുന്നത്? ഞാൻ ആൺകുട്ടികളുടെ ഭാഗത്താണ്, കാരണം ഞാനൊരു ആൺകുട്ടിയാണ്. പക്ഷേ നിങ്ങൾ അങ്ങോട്ട് ചായാൻ പാടില്ല. നിങ്ങൾ ശക്തരായി നിന്നു കൊടുക്കാൻ പറ്റണം. ആ മൂല്യബോധം നമുക്കുണ്ടാകണം. ആ മൂല്യബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. ഒരിക്കലും അങ്ങനെ മയക്കുമരുന്നിലേക്കോ പ്രണയത്തിലേക്കോ വകമഞ്ഞു പോകുന്ന ആളുകളായി നമ്മൾ മാറരുത്. ഇനി അഥവാ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്, അഥവാ നിങ്ങൾ മെഡിസിനോ മറ്റോ പഠിക്കുമ്പോൾ MBBS ഫസ്റ്റ് ഇയർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ ആണെന്ന് വിചാരിക്കുക. അവിടെ ഒരു PG ഒരു കുട്ടിയെ നിങ്ങൾ കണ്ട് അവൻ്റെ കൂടെ നിങ്ങൾ ഒരിക്കലും ഐസ്ക്രീം കഴിക്കാൻ പോയില്ല. അവൻ്റെ പേഴ്സണാലിറ്റി കണ്ടിട്ടൊരു ഇഷ്ടം നിങ്ങൾക്ക് തോന്നിയെന്ന് വെക്ക്. ഇഷ്ടം തോന്നി. ആ ഇഷ്ടം തോന്നിയതിനെ ഉടനെ വീട്ടിൽ അറിയിച്ചു കഴിഞ്ഞാൽ അതൊരു സ്വാഭാവിക മാരേജായിട്ട് കലാശിക്കും. അല്ലാതെ അവൻ്റെ കൂടെ അങ്ങോട്ട് പോയി അവൻ്റെ കൂടെ ഇങ്ങോട്ട് പോയി എന്നല്ല. പേഴ്സണാലിറ്റി കൊണ്ട് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ ദൂരത്തിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രണയം തോന്നാം. പക്ഷെ അതിനെ പ്രണയത്തിൻ്റെ ചാബല്യത്തിലേക്ക് പോകാതെ വീട്ടിൽ അവതരിപ്പിച്ചാൽ വീട്ടുകാർ കല്യാണം ആലോചിച്ച് അതിനെ നടപ്പിലാക്കി തരും. അതിനുള്ള വിവേകമൊക്കെ ഇപ്പോൾ മാതാപിതാക്കൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഏതെങ്കിലും അപക്വമായ രീതിയിലൂടെ സഞ്ചരിച്ച് അബദ്ധജടിലമായ കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടി പിന്നെ വാപ്പാനോട് എനിക്ക് അവനെ തന്നെ കെട്ടണം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരു പിതാവും സമ്മതിക്കുകയില്ല. അതുകൊണ്ട് മാന്യമായ രീതിയിലായിരിക്കണം പഠിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പോകേണ്ടത്. അവസാനിപ്പിക്കുന്നതിന് പറഞ്ഞോട്ടെ, നമ്മൾ ഈ ഇരിക്കുന്ന ഓരോ കുട്ടികളോടും ഇതിൻ്റെ അപ്പുറത്ത് മറ്റൊന്നു കൂടിയുണ്ട്. അതെന്താണ്? എക്സ്ട്രീം ലിബറലിസമാണ്. ആ ലിബറലിസം വന്ന് അവസാനം നിങ്ങൾ എത്തീസത്തിലേക്ക് കൊണ്ടുപോകുന്നു. എത്തീസ്റ്റുകളായ ആളുകൾ നിങ്ങളെ ഇട്ടിട്ട് ഇങ്ങനെ കശക്കുന്നു. നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. ഈ ദീന് എന്ന് പറഞ്ഞാൽ എത്തീസ്റ്റുകൾക്ക് അടിയറവ് പറയേണ്ടതല്ല. കാരണം ഇത് തുടങ്ങി വെച്ചത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലം മുതലാണ്. നമ്മളും പറഞ്ഞ് അവസാനം 1400 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. 1400 കൊല്ലം മുമ്പ് ദ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ദ ലാസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് പ്രോഫറ്റ്ഹുഡ് എന്നതാണ്. പ്രവാചകത്വത്തിന്റെ അവസാനത്തെ പ്രവാചകനാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദ ലാസ്റ്റ്
prophet of prophethood. പ്രവാചകത്വത്തിന്റെ അവസാനത്തെ പ്രവാചകനാണ്, അല്ലാതെ പ്രവാചകത്വത്തിന്റെ ആദ്യത്തെ പ്രവാചകനല്ല. അന്ത്യപ്രവാചകനാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുള്ള ധീരമായ നിലപാടുകളുണ്ടല്ലോ, ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് പറ്റണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖുർആനിലേക്ക് നമ്മൾ മടങ്ങലാണ്. ആ ഖുർആന്റെ അചഞ്ചലമായ ലോകത്തിലൂടെ കടന്നു പോകലാണ്. ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞോട്ടെ, ആ അചഞ്ചലമായ ലോകത്തിൽ നിങ്ങളോട് ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കും. നിങ്ങളോട് ഏതെങ്കിലും LP സ്കൂളിൽ ഒരു അധ്യാപകൻ എന്നിട്ട് സയൻസ് പറയാമെന്ന് വിചാരിക്കുക. ആളാരാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. LP സ്കൂളിലെ അധ്യാപകൻ എന്നിട്ട്, അല്ലെങ്കിൽ ഹോമിയോ ഡോക്ടർ എന്നിട്ട് പറയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നറിയോ? ലോകത്തിൽ എത്തീസത്തിലേക്ക് പോയ ലോകത്തിലെ മഹാരഥന്മാരായ ആളുകളുണ്ട്. അവരെ പിന്നീട് തിരിച്ചു വന്നവരുണ്ട്. ആയിരക്കണക്കിന് ആളുകളെ നിങ്ങൾക്ക് കിട്ടും സെർച്ച് ചെയ്താൽ. US നിന്ന് എത്തീസ്റ്റായിട്ട് തിരിച്ചു വന്നവർ, UK നിന്ന് എത്തീസ്റ്റായിട്ട് തിരിച്ചു വന്നവർ, ഓസ്ട്രേലിയയിൽ നിന്ന് എത്തീസ്റ്റായി തിരിച്ചു വന്നവർ. ഈ തിരിച്ചു വന്നവരുടെ സ്പീച്ചാണ് നിങ്ങൾ കേൾക്കേണ്ടത്. അവർ പിന്നെ വിശ്വാസികളായ സ്പീച്ചാണ് നിങ്ങൾ കേൾക്കേണ്ടത്. LP സ്കൂൾ അധ്യാപകൻ സയൻസ് പറഞ്ഞ് നിങ്ങളെ പൊട്ടിക്കുമ്പോൾ അത്ര ദീനിയല്ലാതെ നടന്നൊരു മുസൽമാനാണെങ്കിൽ പോലും ദീനിയായിട്ട് നടന്ന ആളല്ലേ APJ അബ്ദുൽ കലാം. ഈ ലോകം മുഴുവൻ ഉദാത്തമായ രീതിയിൽ നിൽക്കുന്നിടത്ത് ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ സയൻസ് പോലും അബദ്ധമാണ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ പേര് കൂടിയാണ് APJ അബ്ദുൽ കലാം. അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആയിരുന്നു, ടെക്നിക്കൽ സയന്റിസ്റ്റ്. അതുകൊണ്ട് സയൻസിന്റെ ലോകത്തിനെയാണ് എന്താക്കേണ്ടത് നമ്മൾ പഠിക്കുന്നതെങ്കിൽ. സയൻസ് പരമായി ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടി സയൻസിലൂടെ തന്നെ പഠിക്കാൻ നമുക്ക് പറ്റണം. അതിന് അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം. ദീനിലേക്ക് നമ്മൾ തിരിയണം. ഏകഛത്രാധിപതിയും സർവാധിപതിയും സമഗ്രാധിപതിയുമായ അള്ളാഹുവിലേക്ക് നമ്മൾ തിരിയണം. ഈ പറയുന്ന ലോകത്തിലേക്ക്, എത്തീസത്തിൻ്റെ ലോകത്തിലേക്ക്. അവർ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആരാണ് എന്ന്. അപ്പം നിങ്ങൾ കേട്ട് ഇങ്ങനെയൊക്കെ പറയും പോലെ തന്നെ എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിൽ അള്ളാഹിനെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ആര് ചോദിക്കും? അപ്പം നിങ്ങളെന്താ മറുപടി പറയാ? ഞങ്ങൾക്കറിയില്ല. എടാ, ഈ സൃഷ്ടാവിനെ സൃഷ്ടിച്ച ഒരാളുണ്ടെങ്കിൽ ആ ആൾ പിന്നെ സൃഷ്ടാവുമോ? അത് സൃഷ്ടിയാവൂലേ? ചില ചോദ്യങ്ങൾ ഈ ലോകത്തിൽ ബ്ലണ്ടർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ ചോദ്യങ്ങളും ചോദ്യമല്ല, ബ്ലണ്ടർ ക്വസ്റ്റ്യൻസ്. എന്താ ബ്ലണ്ടർ ക്വസ്റ്റ്യൻസ്? ശ്രദ്ധിക്കുന്നുണ്ടോ? അതിൽപ്പെട്ട ഒന്നാണ് എന്ത്? നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ പറയണം ഇബ്രാഹിം. ശരി, ഇബ്രാഹിമിൻ്റെ ഭർത്താവിൻ്റെ പേരെന്താണ്? നിങ്ങൾ പറയും എന്താണ്? എടാ, ഭർത്താവിന് പിന്നെ ഭർത്താവില്ലാന്ന്. അതൊരു കോമൺ ഫിലോസഫി അല്ലേ? ഇത് ചെറിയ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങളൊരു കാര്യം ചോദിക്കൂ. അതായത് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയുടെ അമ്മയാണ്. സോണിയാഗാന്ധി എന്ന് പറയുന്നത് പിന്നെ സോണിയാഗാന്ധിയുടെ ഭർത്താവാണ് രാജീവ് ഗാന്ധി എങ്കിൽ രാജീവ് ഗാന്ധിയുടെ ഭർത്താവ് ആരാണ്? അങ്ങനെ ലോകത്തിലൊരു ചോദ്യം ഉണ്ടോ? ചില ചോദ്യങ്ങളേ ഇല്ല. എന്നിട്ടും ചോദിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ മേപ്പെട്ട് നോക്കുകയാണ്. എടാ, സൃഷ്ടാവിനെ സൃഷ്ടിച്ചവൻ ഉണ്ടാകില്ല. അപ്പൊ സൃഷ്ടാവ് തന്നെ എന്തായി മാറും? നിങ്ങളെന്താ പറയാത്തത്? അല്ല എല്ലാറ്റിനെയും സൃഷ്ടിച്ചുവെങ്കിൽ അതുപോലെ സമ്മതിക്കണ്ടല്ലോ. അള്ളാനെ സൃഷ്ടിച്ചത് ആരാണെന്നുള്ള ചോദ്യം ഇറ്റ് ഈസ് എ ബ്ലണ്ടർ ക്വസ്റ്റ്യൻ. കാരണം സൃഷ്ടാവിനെ സൃഷ്ടിച്ചവൻ ഉണ്ടാകില്ല, കാരണം അവൻ സൃഷ്ടാവാണ്. അപ്പൊ സൃഷ്ടാവിനെ സൃഷ്ടിച്ചവൻ ഉണ്ടാകണമെങ്കിൽ ഇയാൾ സൃഷ്ടാവല്ല, പിന്നെ ആരാണ്? സൃഷ്ടിയാണ്. പടച്ചോൻ സൃഷ്ടിയല്ല എന്ന് പോലും പറയുന്നു. അപ്പൊ പിന്നെ സൃഷ്ടാവിനെ ഈ കാണുന്ന ടൈമും സ്പേസും പുറത്താകണമെന്ന് പറയുന്നു. ടൈമും സ്പേസും കാർ ഓഫായി കഴിഞ്ഞാൽ, കാർ ഓഫായിട്ട് ടൈമും സ്പേസിനെ പറ്റി പറയാം. കാർ ഓഫായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ തള്ളണം എന്നുണ്ടെങ്കിൽ എനർജി പുറത്തുനിന്ന് വരണ്ടേ? നിങ്ങൾ കാറിൻ്റെ സീറ്റിലിരുന്നിട്ട് എന്നറിഞ്ഞ് ഉന്തിയാൽ കാറ് പോവുമോ? നിങ്ങൾ പറയാം, സിമ്പിൾ ലോജിക്കാണ് ഞാൻ ചോദിക്കുന്നത്. കാറ് ഫുള്ള് ഓഫായി, എന്നിട്ട് ഓഫായിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റയറിംഗ് ഒക്കെ വെച്ചിട്ട് കയറുക, എന്നിട്ട് നിങ്ങളെന്നെ ഇങ്ങനെ ഉന്തുക, പുറത്തേക്ക് കാല് പോലും ഇറക്കാതെ ആ കാറ് എവിടേക്കെങ്കിലും പോവോ? പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലെ സൃഷ്ടാവല്ല സൃഷ്ടാവ്, പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തെ സൃഷ്ടാവാണ് സൃഷ്ടാവ്. അപ്പൊ ടൈമും സ്പേസും എന്ന് പറയുന്ന ഈ വലിയ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുകൊണ്ട് നടക്കുന്ന, അതിനെ പുഷ് ചെയ്യുന്ന, അതിന് എക്സ്റ്റേണൽ ആയിട്ടുള്ള എനർജി വേണമെന്ന് സയൻസ് പറയുന്നു. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് പറയുന്നുണ്ടോ ഇല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലേ? എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ പ്രപഞ്ചം മുന്നോട്ട് പോകില്ലെന്ന് അവർ പറയുന്നു. ആ എക്സ്റ്റേണൽ ഫോഴ്സിന് സയൻസ് പറയുമ്പോൾ ആ എക്സ്റ്റേണൽ ഫോഴ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ദ ഗ്രേറ്റ് അല്ലാഹ് എന്ന്. അത് അവരോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നതെന്ന് പറയാൻ നമുക്ക് പറ്റണം. പ്രപഞ്ചത്തെ മുഴുവൻ കൊണ്ടു നടക്കുന്ന, നക്ഷത്രങ്ങളെ മുഴുവൻ കൊണ്ടു നടക്കുന്ന, അങ്ങനെയാണ്.
ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മലക്കുകൾ ഇവിടുന്ന് ഭയങ്കരമായിട്ട് റൂഹ് പിടിക്കുന്നു, ബോംബെയിലും പിടിക്കുന്നു, ലണ്ടനിലും പിടിക്കുന്നു, അമേരിക്കയിലും പിടിക്കുന്നു. ജെഎൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു കുട്ടി എന്നോട് ചോദിച്ചതാണ്, സാറേ എല്ലായിടത്തുനിന്നും പിടിക്കുകയാണെങ്കിൽ ഈ അസ്രായേൽ എന്ന് പറഞ്ഞ ആളൊരു വ്യക്തിയാണോ ഒരു ഗ്രൂപ്പാണോ എന്ന് ചോദിച്ചു. സത്യത്തിൽ നിങ്ങളെ മറുപടി എന്താ മറുപടി? നിങ്ങൾ ചോദിക്കും, നമുക്കറിയില്ല എന്ന് പറയും. അസ്രായേൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാന്ന് കൂട്ടിക്കോ. ലൈറ്റിന്റെ വേഗത എത്രയാ? വേഗം പറ, ലൈറ്റിന്റെ വേഗത എത്ര? ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? പെർ സെക്കൻഡ് 3 ലക്ഷം കിലോമീറ്റർ. ടോട്ടൽ ഭൂമിയുടെ വ്യാസം എത്ര? വേഗം പറ. മൊത്തം ഭൂമി ലീനാർ സ്റ്റൈലിലേക്ക് പോയി കഴിഞ്ഞാൽ നടുക്ക് നിന്നാണ് പ്രകാശം തുടങ്ങുക. നടുക്ക് ഇങ്ങനെ പ്രകാശം ഭൂമിയിൽ വ്യാപിക്കാൻ ആകെ ഒരു സെക്കൻഡിന്റെ 1/3 മതി. കാരണം 3 ലക്ഷം കിലോമീറ്റർ ടോട്ടൽ ഭൂമി ഇല്ലാന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ പ്രകാശം കൊണ്ട് ഞാൻ ആ കുട്ടിനോട് ചോദിച്ചു, പ്രകാശം കൊണ്ട് സൃഷ്ടിച്ച സാധനങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മോൻ പറഞ്ഞു ഉണ്ട്. ഭൂമിയിൽ ഉണ്ടോ? അല്ലേ, ഉണ്ട്. അപ്പൊ പ്രകാശത്തിന്റെ വേഗത എത്ര? 3 ലക്ഷം കിലോമീറ്റർ. അപ്പൊ ലീനാർ സ്റ്റൈലിലേക്ക് പോയാൽ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റൈലിലേക്ക് പോയാൽ, ഭൂമിയുടെ നടുക്കുന്ന് ഇങ്ങനെ സഞ്ചരിച്ചാൽ ഒരു സെക്കൻഡ് പോലും വേണ്ട അസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഭൂമിയിൽ മൊത്തം എത്താനെന്ന ലോജിക്കൽ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അതൊരു പ്രകാശമാണ്. ആ പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം സഞ്ചരിക്കുന്നു. 3 ലക്ഷം കിലോമീറ്റർ ടോട്ടൽ സഞ്ചരിക്കേണ്ട അമേരിക്ക. ഇവിടുന്ന് ലണ്ടൻക്കാകെ 11 മണിക്കൂർ യാത്രയേ ഉള്ളൂ. ഇവിടുന്ന് ഓസ്ട്രേലിയക്ക് 9 മണിക്കൂർ യാത്രയേ ഉള്ളൂ. ഇവിടുന്ന് US-ലേക്ക് 14 മണിക്കൂർ യാത്രയേ ഉള്ളൂ. ആ 14 മണിക്കൂറിന് മൈക്രോ സെക്കൻഡുകൾക്കുള്ളിൽ എത്തുന്നതിൻ്റെ പേരാണ് പ്രകാശം. അതുകൊണ്ട് അസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൽക്കാലം പോകാൻ എന്തിൻ്റെ ആവശ്യമില്ല? നിങ്ങളെന്താ പറയാത്തത്? ലോജിക്കലി നമ്മൾ പോകണം. പടച്ചോൻക്കെല്ലാം മുൻകൂട്ടി അറിയാമെങ്കിൽ പടച്ചോനെല്ലാം മുൻകൂട്ടി അറിയോ? അവർ ചോദിക്കുകയാണ്, നിങ്ങൾ പറയണം അറിയോന്ന്. അപ്പൊ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ മേപ്പെട്ട് നോക്കുകയാണ്. എങ്ങനെ ഇവിടെ നിന്ന് ഒരു ഒച്ചു, ഞാൻ പറഞ്ഞ തന്നെ പറയാണ്, എന്നാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി പറയാം. ഇവിടെ നിന്ന് ഒരു ഒച്ചു പുറപ്പെട്ടു, അവിടെ എത്തി. 20 മണിക്കൂറായി അവിടെ എത്താൻ. 20 മണിക്കൂറാവും ആ ചുമരിലെത്താൻ, ഉറപ്പ്. ഇവിടുന്ന് 20 മണിക്കൂറായി അവിടെ എത്താൻ, അവിടുന്ന് 20 മണിക്കൂർ അവിടെ എത്താൻ. 20 മണിക്കൂർ കഴിഞ്ഞെത്തുന്ന സ്ഥലത്തിന് നമ്മൾ പറയുന്ന പേരെന്താ? ഫ്യൂച്ചർ ആണോ? അല്ലേ? 20 മണിക്കൂർ കഴിഞ്ഞാൽ എത്തൂ. ആ നടുക്കെത്തി, അതിൻ്റെ പേരെന്താ? പ്രസന്റ്. ഇവിടെ നിന്ന് പോയി, അതിൻ്റെ പേരെന്താ? പാസ്റ്റ്. എന്നാൽ ഇവിടെ നിന്ന് നോക്കണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാത്തത്? ഇവിടെ നിന്ന് നോക്കുന്ന നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ പാസ്റ്റും പ്രസന്റാണ്, അതിൻ്റെ പ്രസന്റും പ്രസന്റാണ്, അതിൻ്റെ ഫ്യൂച്ചറും പ്രസന്റാണ്. പ്രപഞ്ചത്തെ മൊത്തം കാണുന്ന അള്ളാഹ്ക്ക് പാസ്റ്റും പ്രസന്റാണ്, പ്രസന്റും പ്രസന്റാണ്, ഫ്യൂച്ചറും പ്രസന്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് തെളിവുകളിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റണം. ദാറ്റ് ഈസ് ഇന്റലക്ച്വൽ. ഇപ്പൊ ഈ കാണുന്ന മൊത്തം ഭൂമിയെ ഇവിടെ നിന്ന് തിരുവനന്തപുരം കാണാൻ നമുക്ക് പറ്റൂല. പക്ഷെ ഇവിടെ നിന്ന് ഒരു ഫ്ലൈറ്റ് അങ്ങോട്ട് പൊന്തിയ തിരുവനന്തപുരം എപ്പോൾ കാണാന്ന് മനസ്സിലായോ? ആകാശത്തേക്ക് പൊന്തിയാൽ അതിൻ്റെ അറ്റം ഇപ്പം കാണാൻ പറ്റും. പക്ഷേ ട്രെയിനിൽ പോകുന്ന ആൾക്ക് തിരുവനന്തപുരം കുറേ കഴിഞ്ഞിട്ടേ കാണാൻ പറ്റൂ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ടോട്ടൽ പ്രപഞ്ചത്തെ മുഴുവൻ ഒറ്റ സെക്കൻഡിൽ കാണുന്ന അള്ളാഹു ത്രികാലജ്ഞനാണ്. ആ ത്രികാലജ്ഞൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തെയും അറിയുന്നവനാണ്. നാളെ ഒരാളും നിങ്ങളോട് ചോദിക്കരുത് അള്ളാഹു നാളത്തെ കാര്യം അറിയുമോ എന്ന്. പ്രപഞ്ചത്തിൻ്റെ മുകളിലിരിക്കുന്ന ആൾക്ക് പ്രപഞ്ചത്തെ ഒറ്റ നിമിഷം കാണാൻ പറ്റുന്നത് പോലെ സമയവും സ്പേസും ഒന്നായി കാണാൻ പറ്റുന്നവനാണ് അള്ളാഹ്. അസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് വ്യാപിക്കാൻ പ്രകാശത്തിന് സാധിക്കുമെന്ന് ശാസ്ത്രം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ പോകുന്നതിൻ്റെ പേരാണ് എന്ത്? അസ്രായേൽ. ഇങ്ങനെ വിശദീകരിച്ച് ഹൈലി ഇൻ്റലക്ച്വൽ ദീനുള്ള കുട്ടികളായി നിങ്ങൾ ഓരോരുത്തരും മാറണം. നമ്മളെ ദൗത്യം വേറൊന്നാണ്, ഈ സമൂഹത്തിൻ്റെ വേദനകൾ അറിയലാണ്. അവസാനിപ്പിക്കുന്നു. നമുക്ക് മുസൽമാനെന്നോ ഹൈന്ദവനെന്നോ ക്രിസ്ത്യനെന്നോ ഒരു വാക്കും നമുക്കില്ല. നമ്മുടെ വിശ്വാസത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. പക്ഷെ നമ്മൾ സഹായിക്കൽ, കണ്ണീരൊപ്പൽ എല്ലാ മനുഷ്യരുടേതുമാണ്. ഒരിക്കലും നമ്മൾ സെഗ്മെന്റൈസ് ചെയ്യില്ല. എവിടെയൊക്കെയാണ് ആരൊക്കെയാണ് നമ്മൾ തിരഞ്ഞു നോക്കില്ല. 800 കോടി ജനങ്ങളെയും നെഞ്ചിൽ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവൻ്റെ പേരാണ് മുസൽമാൻ എന്നുകൂടി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ മൊത്തത്തിൽ വർഗീയപരമായ ഒരു ചിന്താഗതിയോ ഒന്നും നമുക്കുണ്ടാകാൻ പാടില്ല. ഈ ഇരിക്കുന്ന ഒരു കുട്ടിക്കും ഭാവിയിൽ വർഗീയപരമായ ഒരു ചിന്താഗതിയും ഉണ്ടാകരുത്. നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, വാല്യൂസോടെ മുന്നോട്ട് പോവുക, ദീനിയായി മുന്നോട്ട് പോവുക, ഹൈലി ഇൻ്റലക്ച്വൽ ആവുക, കോഴ്സിൽ ഏറ്റവും ടോപ്പ് ആവുക, വീടിൽ ഏറ്റവും മാതാപിതാക്കൾ അനുസരിക്കുന്ന മക്കളാവുക, സമൂഹത്തിൻ്റെ വേദനയെ പുണരുന്ന കുട്ടികളാവുക. അങ്ങനെ സോഷ്യൽ റിഫോമേഴ്സ് എന്ന് പറയുന്നൊരു തലത്തിലേക്ക് ഉയരാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ. അങ്ങനെ സാറേ ഞങ്ങൾ ലോകത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയി പഠിക്കുകയും സമൂഹത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളിലും ഞങ്ങൾ പങ്കാളികളാവുകയും അവരുടെ കണ്ണുനീരൊക്കെ ഒപ്പുകയും
ഒരു വടക്കിലേക്കും അല്ലെങ്കിൽ ഏത് MDMA ആകട്ടെ LSD ആകട്ടെ മറ്റുള്ള ഒന്നിലേക്കും ഞങ്ങളില്ലെന്നും അകാരണമായി ഏതെങ്കിലും രീതിയിലുള്ള പ്രണയത്തിൻ്റെ അബദ്ധജടിലമായ യാത്രയിലേക്ക് ഞങ്ങളില്ലെന്നും അങ്ങനെ ഏറ്റവും നല്ല ലീഡേഴ്സായി സോഷ്യൽ റിഫോമേഴ്സായി ഞങ്ങളുണ്ടാകും. പിതാവിനും മാതാവിനും കണ്ണിലുണ്ണിയായ മകളായി സമൂഹത്തിൽ ഒരുപാട് ഇടപാടുകളിൽ ഇടപെട്ടുന്ന ആളുകളായി ഞങ്ങളുണ്ടാകും. വിദ്യാഭ്യാസത്തിൻ്റെ മൂർധന്യതയിലേക്ക് പോകുന്ന ആളുകളായി ഞങ്ങളുണ്ടാകും എന്ന് ഉറപ്പിക്കുന്ന കുട്ടികളൊന്നും എഴുന്നേറ്റട്ടെ. ഈ ക്യാമ്പിനെ സാക്ഷിയാക്കി ഈ മക്കൾ മൊത്തത്തിൽ നിയ്യത്ത് വെക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കൈയെടുത്താട്ടെ മക്കളെ. എല്ലാവർക്കും ഈ പോലെ നമുക്കൊന്ന് വിശ്വാസത്തിലൂന്നി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെ പോയി കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോയി സമൂഹത്തിൻ്റെ വേദനകളിലേക്ക് എല്ലാം എത്തി നോക്കി അതിൻ്റെ പരിഹാരം കണ്ട് നല്ല ലീഡേഴ്സായി പോകാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. Have a nice day, all of you. Aim the sky. You can reach on the top of the tree. If you aim the tree, you can lay on the earth. ആകാശ ലക്ഷ്യമാക്കുക. മരത്തിൻ്റെ മുകളിലെങ്കിലും നിങ്ങളെത്തും. മരത്തിൻ്റെ മുകളിൽ ലക്ഷ്യമാക്കല്ലേ, താഴെ തന്നെ കിടക്കേണ്ടി വരും. Aim the sky. രണ്ടും നമുക്ക് ലക്ഷ്യം അതാണ്. ദുനിയാവിൽ വളരാനും എയിം ദ സ്കൈ, ആൻഡ് അബ്സല്യൂട്ട്ലി നമ്മളിപ്പോൾ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കണം എയിം ദ സ്കൈ. ആകാശത്തിനും അപ്പുറത്തുള്ള തമ്പുരാനിലേക്കുള്ള ഒരു ജൈത്രയാത്രയിലാണ് നമ്മൾ. അതുകൊണ്ട് ആ ജൈത്രയാത്രയിൽ എങ്ങോട്ടും തിരിയാതെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും.